ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്താണ് ചാലക്കുടിയിലെ ബാങ്ക് കള്ളൻ പിടിയിലായത്. വട്ടം കറക്കിയെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യം നടത്തിയ പ്രതിയെ പിടികൂടിയ പോലീസിന് കയ്യടികൾ. ഭാര്യ വിദേശത്താണെന്നും അവിടെ നിന്ന് അയച്ചു കൊടുത്ത പണം ധൂർത്തടിച്ച് അവസാനം അടുത്ത മാസം ഭാര്യ വരുന്നുവെന്ന അറിവിൽ ആ പണം ഉണ്ടാക്കാൻ കണ്ടെത്തിയ കുറുക്കുവഴി, ഭാര്യയെ പേടി എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഗൗരവമുള്ള ചോദ്യങ്ങൾ പോട്ട ബാങ്ക് റോബറി ഉയർത്തുകയാണ്. വണ്ടിച്ചോറിന് മുൻപും ശേഷവും പലവിധ കളവുകൾ, കവർച്ചകൾ കേരളം കണ്ടതാണെങ്കിലും സമാനമായ ഓർമ്മയിലില്ല. തൃശൂർ എന്ന മഹാനഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാത്തൊരു ബാങ്ക് ശാഖ കേവലം ഒരു സാധാരണക്കാരന് ഒരു കറിക്കത്തി ബലത്തിൽ കവർച്ച നടത്താൻ കഴിയുമെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് എന്തോ ഭീകരമായ തകരാറുണ്ട്. പോലീസിന് കയ്യടി കൊടുക്കുമ്പോഴും നഗരമധ്യത്തിൽ നട്ടുച്ചയ്ക്ക് 2 മണിക്ക് ഒരു പ്രധാന ബാങ്ക് ശാഖയിൽ കയറി രൂപ 15 ലക്ഷം മോഷ്ടിച്ചൊരു പ്രതിയെ പിടികൂടാൻ വൻ പോലീസ് സംഘം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ദിവസം 3 വേണ്ടി വന്നു എന്നതൊരു ദൗർബല്യമല്ലേ? 3 ATM ഇതര സംസ്ഥാന സംഘം വന്ന കവർച്ച നടത്തിയ തൃശൂരിൽ ബാങ്കുകൾ, ബാങ്ക് ശാഖകൾ സ്വീകരിക്കുന്ന മിനിമം സുരക്ഷ പോലും ഇല്ല എന്നത് ആരുടെ പിഴവാണ്? പോട്ട ബാങ്ക് റോബറിയുടെ പാഠങ്ങൾ എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ചാലക്കുടി നഗരസഭാ കൗൺസിലർ ശ്രീ ജിജി ജോൺസൺ, ശ്രീ ജോർജ് ജോസഫ്, ഡോക്ടർ മോഹൻ റോയി, ശ്രീ ആദികേശവൻ, ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KS കൃഷ്ണ എന്നിവർ ചർച്ചയിൽ. അത് ഞാൻ ശ്രീ ജോർജ് ജോസഫ് സാറിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, നേരത്തെ പറയുന്നത് പോലെ നമ്മൾ പലവിധ ബാങ്ക് കവർച്ച കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ബാങ്ക് റോബറി കേരളത്തിന് പുതുമയാണ്. അതാവട്ടെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമില്ല, ഒരു സാധാരണക്കാരൻ, ഒരു ഡ്രങ്കാർഡ്, ജീവിതം ദൂർത്തടിക്കുന്ന ഒരാൾ വന്ന് മിനിമം എന്താണ് ഒരു സ്കൂട്ടറിൽ വരുന്നു, ഒരു കറുക്കത്ത് കാണിച്ച് പേടിപ്പിച്ച് ബാങ്ക് ജീവനക്കാരെയൊക്കെ ബന്ദികളാക്കി 15 ലക്ഷം എടുത്ത് 3 മിനിറ്റിൽ പുറത്തേക്ക് കടന്ന് അയാളെ പിടികൂടാൻ പോലീസിന് 36 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു. ഈ സംഭവം നൽകുന്ന അതിൻ്റെ ഗുണവശങ്ങൾ എന്താണ്? അത് നൽകുന്ന പാഠങ്ങൾ എന്താണ്? ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഗുണവശം ആദ്യം പറയാം. ഞാൻ പോലീസിനെ അഭിനന്ദിക്കുകയാണ് ഇതിനകത്ത്. കാരണം ഇത് തെളിയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ആ ഓപ്പറേഷൻ രീതി അതാണ്. കാരണം വളരെ മലയാളിയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഡേ തന്നെ ഇത് മലയാളിയാണ്, ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് ഓപ്പറേഷൻ രീതിയുടെ മികവ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അതിനകത്ത് അയാൾ സ്വീകരിച്ച വേറെ ആരും അയാളുടെ പാർട്ട്ണറായിട്ടില്ല, തന്നെ ചെയ്തൊരു ഓപ്പറേഷനാണ്. അത് 3 മിനിറ്റ് കൊണ്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് തന്നെയല്ല, അതിനകത്ത് പൈസ 40-45 ലക്ഷം ഉണ്ടായിട്ടും അയാൾ 15 ലക്ഷം കൊണ്ട് കടന്നു. അന്നേരം തന്നെ നമ്മൾ നിശ്ചയിച്ചു, തൊട്ടപ്പുറത്ത് ബന്ദിയാക്കിയ 2 പേര് ആരോ ഫോൺ ചെയ്യുന്നു. ഇയാൾ കേട്ടു, ഇന്ത്യക്കാരനത് എങ്ങനെ മനസ്സിലായി മലയാളം? അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ പറഞ്ഞത് മലയാളി തന്നെയാണെന്ന്. കാരണം അത്ര നല്ലൊരു ഇൻ്റലിജൻസാണത്. തന്നെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നത് കിട്ടിയ പണമായിട്ട് അയാൾ പോയി. പിന്നെ പോലീസിനെ മിക്കവാറും ഇയാൾ നന്നായിട്ട് പോലീസിനെ പഠിച്ചിരിക്കുന്നു. CCTV ദൃശ്യവും വെഹിക്കിളും താമസിക്കുന്ന സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞാൽ ആളെ പിടി വീഴും. അതാണ് പോലീസ് സ്വീകരിക്കുന്ന മെയിൻ. അത് ഒഴിവാക്കാൻ ഇയാൾ ശ്രമിച്ചു. പാളിപ്പോയത് ഒറ്റ ഷൂ ആണ്. ആ ഷൂവിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറയുകയും ചെയ്തു, ഷൂ നോക്കണം. കാരണം അത് സാധാരണ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ശരിയാണ് ജോർജ്, നമ്മൾ പോലീസിനെ അഭിനന്ദിക്കുന്നു. ശരിയാണ്, പോലീസ് എന്നുപോലെ ആദ്യഘട്ടത്തിൽ വട്ടം കറക്കിയിട്ടും ഈ പറയുന്ന വലിയ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പരിശോധനയിൽ കണ്ടെത്തി. പക്ഷേ ഇയാളൊരു ലേമാനാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ സംഘങ്ങളുടെ പിന്തുണയില്ലാത്ത ആളാണ്. ഇയാളുടെ ഏക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കറിക്കത്തി, കയ്യിലുള്ള ഒരു കത്തി മാത്രമാണ് ഇയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. സാർ, ഇത് ഏതെങ്കിലും തരത്തിൽ രാത്രി ബാങ്കിന്റെ പൂട്ടുപൊളിച്ച് നടത്തുന്ന കവർച്ചയല്ല. ഏതെങ്കിലും തരത്തിൽ ഉൾഗ്രാമത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി നടത്തുന്ന കവർച്ചയല്ല. ഇത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് കേവലം 10-25 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചാലക്കുടി എന്ന് പറയുന്ന പ്രധാന സ്ഥലത്ത് ഒരു ബൈപ്പാസ് റോഡിൽ, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുള്ള ഒരു ബൈപ്പാസ് റോഡിൽ നട്ടുച്ചയ്ക്ക് 2 മണിക്ക്, 2:10, 2:12 കയറി നടത്തുന്ന മോഷണമാണ്. ആ മോഷണം ഉണ്ടാവാൻ പാടുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അത് ആരുടെ പിഴവും പരാജയവുമാണത്? അതുണ്ടാവും. അല്ല, അതിലൊരു നമ്മൾ, കാരണം ഇയാളെ പറ്റി കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ 10ാം ക്ലാസ്സുകാരനാണ്, പക്ഷേ ആ ഓപ്പറേഷൻ രീതിയിൽ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാളെപ്പറ്റി ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ വെച്ചിരിക്കുന്ന വീട് നമ്മളിപ്പം കാണാൻ പറ്റും. ആ വീട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സാന്ന് പറയുന്നത്, നേഴ്സിൻ്റെ വരുമാനം ഇദ്ദേഹം കുറേ നാൾ അവിടെയുണ്ട്. 10ാം ക്ലാസ്സുകാരൻ അവിടെ എന്ത് ജോലി കിട്ടാനാണ്? ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു വീട് വെക്കാൻ പറ്റുമോ? അപ്പോൾ ഇയാളെപ്പറ്റി തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണം. ഇയാളൊരു സൈലൻ്റായ ഒരു ഓപ്പറേറ്ററാണ് ആണെന്ന് നമുക്ക് തോന്നും. എന്ത് നല്ല ഇൻ്റലിജൻസ്, വലിയ അപ്രിസിയേഷൻ. ആകെ പാളിയത് അയാൾ മോഷ്ടിച്ച ഒരു സ്കൂട്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു 2 വീലർ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലീസ് വെള്ളം കുടിച്ചേനെ. കാരണം അയാളുടെ സ്വന്തം 2 വീലറിനകത്ത് ഒരു ഫോൾസ് നമ്പർ അവിടുന്ന് പള്ളിയിൽ നിന്ന് എടുത്ത് ഒരാളുടെ ഇളക്കി വെച്ചതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ കുറച്ച് നാളൂടെ പോലീസ് കിടന്ന് വിഷമിച്ചു പോയത്. അതുകൊണ്ട് തുടക്കം വരെ ഇത് വെരി ടഫ് ജോബാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തതിൻ്റെ കാരണം അതാണ്.
പക്ഷേ ജോർജ് ജോസഫ് ജനുവരി 14-ാം തീയതി അല്ല ഫെബ്രുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ്. ഇന്നലെ 16-ാം തീയതി വൈകുന്നേരമാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. ജോർജ് ജോസഫ്, ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ഇപ്പോൾ അവിടെ DGP മുതൽ താഴെത്തലം വരെയുള്ള ഈ പറഞ്ഞ 32-അംഗ വൻ സംഘം അവിടെ അരിച്ചു പറക്കിയിട്ടും ഈ പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു വീട്ടുകാരനെ പിടികൂടാൻ നമുക്കെടുത്ത മണിക്കൂറുകളുടെ എണ്ണം ഈ പറയുന്ന സമയം നമുക്ക് എടുക്കുകയാണ്. ഞാൻ പിന്നെയും ചോദിക്കുന്നത് ജോർജ് ജോസഫ്, ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ലാത്ത ഒരാളാണ്. എന്താ പറഞ്ഞാൽ ഒറ്റയാൻ അല്ലേ? എന്തോ പറഞ്ഞാൽ കിട്ടിയ പണം മൊത്തം കുടിച്ചു തീർക്കുന്ന, സുഹൃത്തുക്കൾക്കൊപ്പം ജീവിതം ധൂർത്തടിച്ച് കളയുന്ന ഒരൊറ്റയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റ് ശക്തികളില്ല, അയാൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന, ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം നടത്താൻ മറ്റ് സംഘങ്ങൾ ഉണ്ടായിട്ട് നമുക്കിതുവരെ അറിയില്ല. ഒരൊറ്റയാണ് 36-അംഗ വൻ പോലീസ് സംഘത്തെ 36 മണിക്കൂർ കറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ശക്തിയാണോ ദൗർബല്യമാണോ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, അത് ആ കള്ളൻ്റെ മികവാണ്. പോലീസ് ഇപ്പം സ്വീകരിക്കേണ്ട നടപടികൾ, ഇപ്പോൾ സാധാരണഗതി പോലീസ് സ്വീകരിക്കുന്ന നടപടികളൊക്കെ കള്ളന്മാർക്ക് അല്ലെങ്കിൽ ഇയാളെപ്പോലുള്ളവർക്കും സാധാരണക്കാർക്കറിയാം. അവിടെ പോലീസിന് ഒരു മിസ്ഗൈഡൻസ് കൊടുത്തു, അല്ലെങ്കിൽ അവർ തെറ്റി. കാരണം ആ യാത്ര അയാൾ 2 വീലർ സർന്ന് ഇടവഴി കൂടെ കയറി, അങ്ങോട്ട് കയറി 3 പ്രാവശ്യം വേഷം മാറി, ഡ്രസ്സ് മാറി, അങ്ങനെ പോയി. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളൊക്കെ പെട്ടെന്ന് ചിലപ്പം പിടിച്ചെന്ന് വരും. പക്ഷേ ഈ രീതിയിലുള്ള ഓപ്പറേഷൻ ഇനിയും പ്രതീക്ഷിക്കാം. കാരണം വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്താൽ പിടിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, പോലീസിൻ്റെ മികവിനെയും കൂടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഏത് കേസ്, പക്ഷേ ടൈം എടുക്കും. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാപ്പകൽ. ജോർജ് ജോസഫ്, നമ്മൾ പോലീസ് നടത്തിയ എഫർട്ടിനെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണിക്കുന്നില്ല, താഴ്ത്തി കിട്ടുന്നില്ല. അവർ ഹെർക്കുലൻ ടാസ്ക് നടത്തി, ഒരു തർക്കം അക്കാര്യത്തില്ല. താങ്കൾ ഈ പറയുന്ന പോലെ ഒറ്റയാകുമ്പോഴേക്കും ഒരു സംഘം മാത്രമല്ല, നേരത്തെ പോലീസിന്റെ ക്രൈം ഡേറ്റാബേസിൽ ഇയാളുടെ പേരുണ്ടാവില്ല. കാര്യം ഇയാൾ നേരത്തെ ഒരു ക്രൈം ചെയ്ത പ്രീസിഡൻസ് ഉള്ള ആളല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നഗരമധ്യത്തിൽ ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖ കവർ ചെയ്ത ഒരാളെ ഗോൾഡൻ മണിക്കൂറുകളിൽ പിടിക്കാൻ കഴിയുക എന്നുള്ളതും ഇത്തരം കവർച്ചക്കാർ കൊടുക്കാൻ കഴിയുന്ന സന്ദേശമായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഇനിയും ഈ സൈസ് ഇതിലും കുറച്ചുകൂടെ സൂപ്പറായിട്ടുള്ള ക്രൈം നമ്മൾ പ്രതീക്ഷിക്കണം. മലയാളി ആ രീതിയിലേക്ക് മാറി. ഇവിടെ ധാരാളം ക്രിമിനൽസ് ഉണ്ട് മലയാളികൾ. ഫ്രോഡ് നമ്പർ 1 എന്ന് ഞാൻ കൂടെ പറയുമ്പോൾ എന്നെ പലരും അതും ഇതൊക്കെ പറഞ്ഞ് അവർ വിദ്വേഷത്തോടെ പറയുകയും ചെയ്യും. പക്ഷേ നമ്പർ 1 ഫ്രോഡ് മലയാളി ഇന്ത്യയിൽ. അതിന് ശേഷം പിന്നെ നമുക്ക് കൗണ്ടർ ഫീറ്റ് തന്നെ കേസ് നോക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ബാങ്കിന് സെക്യൂരിറ്റി ചില ലാപ്സസ് ഉണ്ട്. അവിടെയാണ് പ്രശ്നം. കാരണം ആ ബാങ്കിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ പോലുമില്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഇന്ന് വേറൊരു ചാനലിൽ പറയുകയും ചെയ്തു, അത് ആദികാശൻ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം അവിടെ അത് നമുക്ക് ബാങ്കിനെ ATM കണക്ട് ചെയ്ത് എല്ലാവർക്കും ഡിജിറ്റൽ കണക്ഷൻ, നമുക്ക് ATMൽ എവിടെ കയറിയാലും അന്നേരം തന്നെ പിടി വീഴും. കാരണം നമ്മൾ തൃശ്ശൂർ കണ്ടു, ഒരു 3 ATM രാത്രി വന്ന് ചെയ്തപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ഏതായാലും 3-4 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട ബാങ്കുകൾ അല്ലെങ്കിൽ സിറ്റിയുടെ നടുക്കുള്ളത് സെക്യൂരിറ്റി ഇല്ലാത്ത ബാങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു തോക്കുമായിട്ട് ഒരു കത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്കിലൊന്നും ചെയ്യാൻ അവർ പിടിക്കാനും വലിക്കാനും പോകരുതെന്നാണ് ഞാൻ പറയണത്. കാരണം അതുങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ബാങ്കിന് തന്നെ ഇൻഷുറൻസും ഉണ്ട്, ചെറിയ ബാങ്കിലൊക്കെ ഇൻഷുറൻസും ഉണ്ട്. സെക്യൂരിറ്റിക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നതിന് സെൻട്രലൈസ്ഡ് ഒരു സെക്യൂരിറ്റി വേണമെന്ന് ഞാൻ കുറേ നാൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ഫെഡറൽ ബാങ്കിന് തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഒരു സീനിയർ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഓഫീസറെ വെച്ചിട്ട് 8-10 സ്റ്റാഫ് മതി. അവരുടെ കേരളത്തിലുള്ള മുഴുവൻ ബ്രാഞ്ചുമായിട്ട് അത് കണക്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം ബാങ്കിൽ ഇതുപോലെ ഓപ്പറേഷൻ ഉണ്ട്, അന്നേരം തന്നെ ഇൻഡിക്കേഷൻ കിട്ടി പിടി വീഴാൻ പറ്റും. കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട. ശരി, പക്ഷേ അന്ന് ATM കവർച്ചാ കേസിലും പോലീസിന് വിവരങ്ങൾ കിട്ടാൻ വൈകി കേട്ടോ ശ്രീ ജോർജ് ജോസഫ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ആദികേശവൻ, ഇവിടെ നമ്മൾ ആ ബാങ്കിന്റെ ഈ പറയുന്ന അവിടെ കണ്ട 47 ലക്ഷം രൂപയാണ്. അപ്പോൾ 47 ലക്ഷം രൂപ ഉച്ചയ്ക്ക് ആ ബാങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറഞ്ഞതൊരു 80-85 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബാങ്കാണ്. 47 ലക്ഷം ലിക്വിഡ് ക്യാഷായി അവിടെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് 15 ലക്ഷമാണല്ലോ ഇയാൾ കവർന്നുകൊണ്ട് പോകുന്നത്. ഒരു മിനിമം ഒരു സെക്യൂരിറ്റി സ്റ്റാഫെങ്കിലും ആ ബാങ്കിൽ ഉണ്ടാവേണ്ടതല്ലേ ശ്രീ ആദികേശവൻ? സാധാരണ ബാങ്കുകൾ മിക്കവാറും എല്ലാ ശാഖകളുടെയും ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് എത്രത്തോളം സെക്യൂരിറ്റി വേണം അവിടെ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാ ബാങ്കുകളും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ സ്ഥലത്തിൻ്റെ ഒരു ആ ചുറ്റുപാട്, പിന്നെ സാധാരണ ഇതേപോലെ സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണോ, മൊത്തത്തിലുള്ള സെക്യൂരിറ്റി ഒരു അന്തരീക്ഷം എങ്ങനെയാണ്. കാരണം ഇപ്പോൾ വളരെ വലിയ ഒരു മാർക്കറ്റിൻ്റെ നടുവിലാണ്, ചെറിയൊരു ബ്രാഞ്ചാണെന്നുണ്ടെങ്കിൽ സാധാരണ റിസ്ക് അസസ്മെൻറ്റ് ലോ എന്നായിരിക്കും അതിന് വരിക.
അതേപോലെ ഈ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു അസസ്മെൻ്റ് എല്ലാ ബാങ്കുകളും നടത്താറുണ്ട്. അപ്പോൾ മീഡിയം, ഹൈ, ലോ റിസ്ക് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിട്ട് സാധാരണ ഇപ്പോൾ ബാങ്കുകൾ ചെയ്തു വരുന്നത് ഈ ലോ റിസ്ക് എന്ന് പറയുന്ന ശാഖകളിൽ, അതായത് അവരുടെ കണക്കുകൂട്ടലിൽ, ആ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടാം, അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. പക്ഷേ എന്തായാലും ഓരോ ബാങ്കിൻ്റെയും റിസ്ക് അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ആണ് സെക്യൂരിറ്റി ഗാർഡ് വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാ ബാങ്കുകളും ഇപ്പോൾ ചെസ്റ്റ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് RBIയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച്, അത് സാധാരണ വലിയ ബ്രാഞ്ചായിരിക്കും, അവിടെ എന്തായാലും 3-4 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും. പക്ഷേ ഇപ്പം ഈ എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ നമ്മൾ പുറകെ പോയാൽ നമ്മൾ ചോദിച്ചു വരുന്നത് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു മോഷണ ശ്രമം നടക്കുമോ, അല്ലെങ്കിൽ അത് നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ലേ? ആവണമെന്നില്ല. കാരണം എന്തെല്ലാം തയ്യാറെടുപ്പോടു കൂടിയാണ് ഒരാൾ വരുന്നത് എന്നുള്ളത്, മോഷണം നടത്താനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അതിനെയെല്ലാം അയാൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ആ ഗാങ്ങിന്, അതിൻ്റെ പിറകിലുള്ള ആൾക്കാർക്ക് എന്തെല്ലാമാണ് അവിടുത്തെ സംവിധാനം. സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ അവരെയും മറികടന്നുകൊണ്ട് തട്ടിപ്പ് നടത്താൻ, അല്ലെങ്കിൽ കൊള്ള നടത്താൻ, കവർച്ച നടത്താനുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. ശരിയാണ്, ഞാൻ എന്തായാലും ശരിയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ കവർച്ച ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിയുമായിരിക്കും. അതല്ലാതെ ഒരു വലിയ സംഘമായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വലിയ കുറച്ചുകൂടി വലിയ ആയുധങ്ങളുമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ശരിയാണ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. സാർ, ശ്രീ ജിജി ജോൺസൺ ചാലക്കുടി നഗരസഭാ കൗൺസിലറാണ്. ശ്രീ ജിജി ജോൺസൺ, ശ്രീമതി ജിജി ജോൺസൺ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആശാരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ പേരാമ്പ്ര എന്ന് പറയുന്ന ഗ്രാമം ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും പോലീസ് സംഘം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീമതി ജിജി ജോൺസൺ അടക്കം നേരത്തെ ഇയാളിലേക്ക് പോലീസ് എത്തുന്നു എന്ന അറിവുള്ളതാണ്. പോലീസിനോട് താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഇതിലേക്ക് പോലീസ് ഈ ഭാഗത്ത് വെള്ളിയാഴ്ച ഈ സംഭവം നടന്നെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല വ്യക്തമായ അന്വേഷണങ്ങൾ ഈ ഭാഗത്തെ കേന്ദ്രീകരിച്ചവർ നടത്തിയിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയാണെന്ന് ഇവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. പോലീസ് ഈ വീടുകളിലുള്ള എല്ലാ CCTV ക്യാമറകളും സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമാണ് ഞായറാഴ്ച ഒരു ഉച്ചയായപ്പോഴേക്കും അവർ കണ്ടെത്തിയത്. ഇയാളിലേക്ക് എത്താൻ പോലീസിന് എത്താനുള്ള കാരണം അവിടുത്തെ ഒരു അയൽവക്കത്തെ എന്തോ ഒരു സ്ത്രീയുടെ മൊഴിയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാളുടെ ശരീരപ്രകൃതിയൊക്കെ ഉണ്ടാവുമല്ലേ പോലീസിന് ഏറ്റവും നിർണായകമായ ക്രൂഷ്യൽ മൊഴി കിട്ടിയത് ജിജി ജോൺസൺ? അല്ല, ക്യാമറയിൽ ഇയാളുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നല്ലോ. ആ ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. മിക്ക വീടുകളിലും ഇപ്പോൾ ക്യാമറ ഉണ്ടല്ലോ, CCTV ക്യാമറ, അതിൽ നിന്നാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്. ഇയാൾ അന്ന് തന്നെ തലേദിവസം വീട്ടിൽ കുടുംബസംഗമം നടത്തുന്നുണ്ട്. കുടുംബസംഗമത്തിൽ ഇയാൾ പൂർണ്ണമായി കോൺഫിഡൻ്റ് ആണ്. അവിടെ പരിശോധന നടക്കുന്ന പള്ളിയിലെ അച്ഛൻ എന്തോ ഇയാളോട് അവിടെ പൊതുവെ പറയുന്നുണ്ട്, ഈ ഏരിയയിൽ ആരോ ആണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ ഏരിയയിൽ ആരോ അല്ല, അയാളെ പിടികൂടാനും പോകുന്നില്ല എന്നൊക്കെ 100% കോൺഫിഡൻസ് പുലർത്തിയിരുന്നൊരു പ്രതിയാണ്. ഇയാളെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ആളാണോ ആ മേഖലയിൽ? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ അടുത്തുള്ളത് മോശമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ളതല്ല. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽപ്പെട്ട ആളാണ് ആൾ. മാന്യമായ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ നാട്ടിലെല്ലാവർക്കും തന്നെ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ ഒരു അതിശയം, എന്താ പറയുക, എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. പക്ഷേ ഇയാൾ മോശമായൊരു പെരുമാറ്റോ ഇതുകളൊന്നും ഇല്ലാത്ത മനുഷ്യനോ അമിതമായ ധൂർത്തോ കുടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരെ എന്തൊരു ദുർബല നിമിഷത്തിൽ ഇയാളുടെ സാഹചര്യമായിരിക്കാം ഇതിലേക്ക് വഴി തെളിച്ചതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡോക്ടർ മോഹൻ റോയ്, ഇത് ഏതെങ്കിലും തരത്തിൽ ദുർബല നിമിഷത്തിൽ സംഭവിച്ചത് ഓൺ എ ഫൈൻ ഡേ ബാങ്കിന് മുന്നിലൂടെ പോയപ്പോഴേക്കും ബാങ്ക് എന്നാൽ കയറി കുറച്ച് പൈസ എടുത്തേക്കാം എന്ന് കരുതിയതല്ല. ഇയാൾ കൃത്യമായ പ്ലാനിങ് നടത്തുന്നുണ്ട്. ഇയാൾ അതിനു മുമ്പ് പള്ളിപ്പെരുന്നാളിന് പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കുന്ന വഴിയിൽ അവിടെയുള്ള ഒരു ബൈക്കിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ, അതിൽ വ്യാജ നമ്പർ പ്ലേറ്റ് അടിച്ച് ഇയാൾ സ്കൂട്ടറിൽ ഒട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ പ്ലാനിങ് നടത്തും. ഇതെന്തായാലും ഇയാൾക്കറിയാം. ഇയാൾ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ അത്യാവശ്യം നല്ല ജോലി ചെയ്തിരുന്ന ലോകം കണ്ടിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് എന്തായാലും അറിയാം ചെയ്യാൻ പോകുന്ന കൃത്യം ഒരു ബാങ്ക് മോഷണമാണ്.
അതൊരു വലിയ കുറ്റകൃത്യമാണ് ഡോക്ടർ മോഹൻ റോയ് ഇയാൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 36 മണിക്കൂർ ഇനി 36 ദിവസം കഴിഞ്ഞാലും ഇതിൽ പിടിക്കപ്പെടും എന്ന കാര്യം അയാൾക്ക് ഉറപ്പായും അറിയാം. എന്നിട്ടും ഇതങ്ങ് ചെയ്തു കളയാം എന്ന് തോന്നുന്ന ഒരു കുറ്റവാളി സൈക്കോളജി എന്താണ് ഡോക്ടർ മോഹൻ റോയ്? കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള മോഷണം നടത്തുന്ന ചില ആൾക്കാരെ നമ്മൾ പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അവസരം കാത്തിരിക്കുന്നവർ. അതായത് ഇവർ പെട്ടെന്ന് നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, നമ്മളൊരു കാറിൻ്റെ അടുത്ത് നിൽക്കുന്നു, ഈ കാർ ഉടമസ്ഥൻ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്, കാർ പൂട്ടിയിട്ടില്ല, അകത്ത് നോക്കുമ്പോൾ ഒരു ലാപ്ടോപ്പോ പണമോ ഒക്കെ ഇരിക്കുന്നു, അപ്പോൾ അത് പെട്ടെന്ന് പോയി എടുക്കാം. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിസ്റ്റിക് അവസരവാദികൾ എന്നാണ് ഇവരെ പറയുന്നത്. രണ്ട്, ഈ നിരാശ കൊണ്ട് മോഷണം നടത്തുന്നത്. നിരാശ കൊണ്ട് മോഷണം നടത്തുന്നത് എന്ന് പറയുമ്പം പല കാരണങ്ങൾക്കുണ്ട്. അത് സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ വന്നതിന് ശേഷം അവർക്ക് ഇത്തരത്തിൽ ഒരു മോഷണം നടത്തി പണം എടുത്താൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിരാശയിൽ നിന്നും ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നവർ. രണ്ട്, പ്രൊഫഷണലായി ഇത്തരത്തിൽ മോഷണം നടത്തുന്നവർ. അതറിയാം നമുക്ക്, പല കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്ലാനിങ്ങോടു കൂടി കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുവച്ച് വഴിയുമൊക്കെ കണ്ടുപിടിച്ച് CCTV ക്യാമറ ഇല്ലാത്ത ഒഴിവാക്കി. കാലത്താണെങ്കിൽ CCTV ക്യാമറ, പണ്ട് കാലത്താണെങ്കിൽ പല രീതിയിലും ഒരു ഏകദേശം നമ്മുടെ ഈ ടൈറ്റിൽ പറയുന്ന റോബിൻഹുഡ് മാതൃകയിലുള്ള പ്രൊഫഷണൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ ഒരു ഉത്തേജനം, ഒരു ത്രിൽ സീക്കിങ് ആൾക്കാരെന്ന് പറയും. ഇതിൽ നിന്ന് ഈ മറ്റുള്ളവരെയൊക്കെ കബളിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് അറിയുമ്പോഴും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് തന്നെ കണ്ട് ആസ്വദിച്ച് തങ്ങൾക്കിത് സാധിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പിന്നെ ഒരു പ്രതികാരത്തിന് വേണ്ടി ചെയ്ത്, നമ്മുടെ ഏകദേശമൊക്കെ പറഞ്ഞാൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണി ശൈലിയിലൊക്കെ പ്രതികാരത്തിന് വേണ്ടി ഇത്തരം മോഷണം ഇതൊക്കെ നടത്തുന്നവർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന് രണ്ട് ഘടകങ്ങൾ, നമ്മളെ സൂചിപ്പിച്ചാൽ രണ്ട് ഘടകങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. ഒന്ന്, ഇദ്ദേഹം ഒരു നിരാശയിൽ നിന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതാണ്. ഇദ്ദേഹത്തിന് മദ്യപാനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കടമൊക്കെ ഉണ്ടായിരുന്നു, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്ത പണവുമൊക്കെ ധൂർത്തടിച്ചു എന്നൊക്കെയാണ് പോലീസിൻ്റെ ഒരു വെർഷൻ പുറത്തു വരുന്നത്. അതും ഈ പറയുന്ന ഒരു പ്രൊഫഷണൽസ് രീതിയും. ഈ പ്രൊഫഷണൽ രീതി എങ്ങനെ വന്നു എന്നത് പരിശോധിക്കുമ്പോഴാണ് നമ്മളുടെ ഈ കാലത്തുള്ള മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ പങ്ക്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ച, എനിക്ക് തോന്നുന്നില്ല ഒരു നമ്മുടെ ജനറേഷൻ വൈയും ഒക്കെ ഇത് ചർച്ചകൾ സെഡും ഒക്കെ ഈ ചർച്ച കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവരെ വെറുതെ നമ്മൾ വഴിതെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ ഒരു ആയുധം ഉണ്ടാക്കുന്നത് വരെ എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വീഡിയോ വഴി എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ധാരാളം സൈറ്റുകളുണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അപ്പോൾ ഇക്കാലത്ത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരു സാധാരണ, പണ്ടാണെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അതിന് ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചൊക്കെ തരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലിരുന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ സാധനമൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് ഇത്തരം ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വന്തം സ്കില്ലൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഈ പ്രിപ്പറേഷനും ബാക്കിയും ഒക്കെ നടത്തിയിരുന്നത്. അദ്ദേഹം ആ ഗ്ലൗസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ അവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര പ്രൊഫഷണൽ, ഉപ്പോളം ആവില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ എത്രയധികം അങ്ങ് പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചാലും ഒരു പൂർണ്ണമായ പ്രൊഫഷണൽ ആവാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ ഇവിടെ ATM കവർ ചെയ്ത പ്രൊഫഷണൽസ് പിടിയിലായ കാര്യമൊക്കെ ഇയാൾക്ക് എന്തായാലും ഇപ്പോൾ ഇയാൾ ഒരു കവർച്ച ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ മുൻപിന്നുള്ള അനുഭവങ്ങളൊക്കെ ഇയാൾ നോക്കുമായിരിക്കുമല്ലോ എന്തായാലും ഇത്ര റിസർച്ച് നടത്തുന്ന ആൾ. ശ്രീ മോഹൻ റോയ് നോക്കൂ, ഇയാൾക്ക് 2 മക്കളാണ്. അയാളുടെ ഭാവി എന്താണ് എന്ന് അയാൾ ആലോചിക്കുന്നില്ല. ഉറപ്പായും പിടിക്കപ്പെടും എന്നുറപ്പായും അറിയാവുന്ന, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ആലോചിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ കുറ്റകൃത്യത്തിലേക്ക് അയാൾ ഭയമേതുമില്ലാതെ കടന്നു ചെല്ലുകയാണ്. ആ കവർച്ച നടത്തിയതിന് ശേഷം ഞാൻ പിടികൂടപ്പെടുകയില്ല എന്ന അന്ധമായ അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് പ്രകടിപ്പിച്ച് അയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് ബൈക്കിലാണോ കവർച്ചയ്ക്ക് പോയത് ആ ബൈക്ക് പോലും മാറ്റി വെക്കാതെ ആ ബൈക്ക് കൊണ്ട് വീട്ടിന് മുറ്റത്ത് വെച്ച് അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വീട്ടിൽ കുടുംബയോഗം നടത്തുകയാണ്. അതെങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റുക ഡോക്ടർ മോഹൻ റോയ്? അല്ല, അതിലേക്കാണ് ഞാൻ എത്തുന്നത്. അതായത് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ഏകദേശം ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് നടത്തിയത്. ആ ബൈക്കിൻ്റെ കാര്യത്തിലും ഈ ഷൂവിൻ്റെ കാര്യത്തിലും പറ്റിയ ഒരു തെറ്റ്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിച്ചുകൊണ്ട് ഈ ബൈക്കിൻ്റെ കാര്യത്തിലും ഷൂവിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരു തയ്യാറെടുപ്പ് എടുത്തിരുന്നെങ്കിൽ ഇത്ര എളുപ്പമായിരുന്നു എന്നുള്ളതും ആലോചിക്കണം. പിന്നെ എപ്പോഴും ഒരു കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളി എപ്പോഴും വിചാരിക്കുന്നത് താനൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ്. അത് കുറ്റകൃത്യത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. കാരണം അവരെല്ലാവരും വിചാരിക്കുന്നത്, അങ്ങനെ പിടിക്കപ്പെടാത്ത കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ സുകുമാരക്കുറുപ്പിനെ തേടി അലയുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു
കോൺഫിഡൻ്റ് ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുറ്റകൃത്യം പിടിക്കില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഈ കുറ്റകൃത്യം നടത്തുന്നത്. പക്ഷേ തെളിവുകൾ അവിടെ അവശേഷിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി നമ്മളിത് കണ്ടുകൊണ്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല, കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിച്ചിരുന്നെങ്കിൽ പോലീസിന് ഈ വഴി കുറച്ചുകൂടി ദുർഘടമാകുമായിരുന്നേനെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ആ പ്രൊഫഷണൽ നേച്ചർ ഞാൻ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആ ബാങ്കിലെത്തുകയും ആ പരിസരമൊക്കെ വീക്ഷിക്കുകയും വളരെ കൃത്യമായ ആസൂത്രണം നടത്തി അങ്ങ് തന്നെ സൂചിപ്പിച്ച ഇത്രയും തിരക്കുള്ള ഒരു നഗരത്തിലെ ഒഴിഞ്ഞ ഒരു കോണിൽ വന്ന് ഇത്രയും ചെയ്യാനുള്ള ഒരു പരിശീലനവും അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്കും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. യെസ്, ഞാൻ അങ്ങനെ എത്താം. ശ്രീ കെ എസ് കൃഷ്ണ, ഇവിടെ എന്തുകൊണ്ട് ബാങ്ക് മാനേജർ എന്നിപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്താണ് ബാങ്ക് മാനേജർ മരമണ്ടനാണ് എന്ന് പറഞ്ഞാൽ ഈ കത്തിയൊക്കെ കാണിച്ചപ്പോഴേക്ക് ഇയാളങ്ങ് മാറി. ആരാണ് മരമണ്ടൻ എന്ന് ഇപ്പോൾ കേരളത്തിൽ മനസ്സിലാവുന്നുണ്ട്. ആ ബാങ്ക് മാനേജറാണോ ഇപ്പോൾ നാണം കെട്ട് പോലീസിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക? ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന വിഷയത്തിൽ ഇയാൾ പൊട്ടിക്കരയാണ് പോലീസിന്. ഇപ്പോൾ ആരാണ് മരമണ്ടൻ എന്ന് നാട്ടുകാർ മനസ്സിലായി. എന്തുകൊണ്ട് ഇപ്പോൾ ഒരാൾ ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി കത്തിയുമായി വരുമ്പോൾ വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രതിരോധിക്കാം. അങ്ങനെ പ്രതിരോധിച്ച ചരിത്രം രാജ്യത്തുണ്ട്. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാലത്ത് കാണുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് കാണുന്നുണ്ട്. ചെന്താമര കാണുന്നുണ്ട്, അല്ലാതെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹാർഡ് കോറായ ക്രിമിനൽസത്തിൻ്റെ കോർ നമ്മൾ കാണുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ വന്ന ആളുടെയും മറ്റ് ആയുധങ്ങളുണ്ടോ, ഈ കത്തി കൊണ്ട് വല്ലതും കയറ്റിക്കഴിഞ്ഞാൽ ആർക്ക് പോയി എന്ന ഈ ഉദ്യോഗസ്ഥ ആലോചിച്ചാൽ ഞാൻ തെറ്റേ പറയില്ല. അത് മാത്രമല്ല, ഇനി പണം പോയാലും ഇൻഷുർഡ് ആണ് എന്ന കാര്യം നന്നായി അറിയാവുന്ന ആൾക്കാരാണ് ഈ ഉദ്യോഗസ്ഥർ. അതൊക്കെ. പക്ഷേ കൃഷ്ണ, ഇവിടെ പ്രശ്നം എന്താണ്? ഈ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അത് നാഷണലൈസ് ആവട്ടെ അല്ലാത്തതാവട്ടെ, അവിടെ നടക്കുന്ന 50 രൂപയുടെ ക്രയവിക്രയം പോലും നമ്മുടെ സമ്പദ്ഘടനയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണല്ലോ പറയുന്നത്. ഇവിടെ 47 ലക്ഷം രൂപ അവിടെ മേശപ്പുറത്തിരിക്കുമ്പോൾ അവിടെ പ്രാഥമികമായ യാതൊരു സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിഴവല്ലേ ശ്രീകൃഷ്ണ? ഈ വിഷയം സമഗ്രതയിൽ ഒന്ന് വിലയിരുത്തുന്നു എന്ന് പറയുന്നത് നല്ലത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഹാഷ്മി ചോദിക്കുമ്പോൾ പിഴവുണ്ടായി എന്നുള്ള നിഗമനത്തിൽ എത്തുന്നത് ശരിയല്ല. സംസ്ഥാനത്ത് 8000-ൽ പരം ബാങ്ക് ശാഖകളുണ്ട്. രാജ്യമെമ്പാടും 1.5 ലക്ഷം ബാങ്ക് ശാഖകളാണ് ഉള്ളത്. അനുഭവ പാഠങ്ങളുണ്ട്. ഇപ്പോൾ തെഫ്റ്റ്, ഡക്കോയിറ്റി, റോബറിയെ സംബന്ധിച്ച് എല്ലാ ബാങ്കുകൾക്കും ശ്രീ ആദികേശനോട് സൂചിപ്പിച്ചതുപോലെ ഒരു അസസ്മെൻ്റ് ഉണ്ട്, ഒരു സിസ്റ്റമുണ്ട്, സെക്യൂരിറ്റി ബീഫിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. അത് ബ്രാഞ്ച് തലം തൊട്ട് എല്ലാ ഓഫീസ് തലത്തിലും ഒക്കെ അത് റിവ്യൂ ചെയ്ത് പോകുന്നുമുണ്ട്. അത് പീരിയോഡിക്കലായിട്ട് ആ റിവ്യൂ വരുന്നതുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും സ്ഥിതിവിശേഷം കണക്കിലെടുത്തുകൊണ്ട് സിസ്റ്റംസും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആംഡ് ഗാർഡ്, ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ ചില ശാഖകളിൽ സെക്യൂരിറ്റി ഗാർഡ് ആംലെസ് ആയിരിക്കും, ചില ശാഖകളിൽ ആംഡ് ഗാർഡ് ഉണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പല ശാഖകളിലും സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് കൊടുത്തിട്ടുള്ള ആംഡ് ഗാർഡ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്തും ആ ക്രമീകരണങ്ങൾ അതാത് പ്രദേശങ്ങളിലെ ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ഈ പറഞ്ഞ തെഫ്റ്റ്, ഡക്കോയിറ്റ്, റോബറിയുടെ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ അസസ്മെൻറ്റ് നടത്തുന്നത് കൺസേൺഡ് സ്റ്റേറ്റിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അവർ ഇപ്പോൾ ഈ തെഫ്റ്റ്, ഡക്കോയിറ്റ്, റോബറി എന്ന് പറയുന്ന ആ വാക്കിനൊരു ഭാരമുണ്ടല്ലോ. ഇതൊരു കേക്ക് വാക്കായിരുന്നല്ലോ സാർ. ഇത് വളരെ സിമ്പിളായി അങ്ങോട്ടേക്ക് വരുന്നു, അകത്തേക്ക് വരുന്നു, 3 സെക്കൻഡിൽ കാര്യം സാധിച്ചാൽ പുറത്തേക്ക് പോകുന്നു. എൻ്റെ ചോദ്യം ഈ ചാലക്കുടി എന്ന് പറയുന്ന ഈ മേഖല, അവിടെ ബാങ്കുകളിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ പലതും കണ്ടാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകുന്ന വലിയ ട്രാൻസാക്ഷൻ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന, ഏറ്റവും കൂടുതൽ വലിയ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപമുള്ള ബാങ്കുകളുള്ള മേഖലയാണ് ഈ ചാലക്കുടി മേഖല. ആ മേഖലയിൽ ഇത് ചെറിയ ഇതൊരു മീഡിയം ബ്രാഞ്ചാണ്. 50 ലക്ഷം രൂപ ഉച്ചയ്ക്ക് അവിടെ മേശപ്പുറത്തിരിക്കുന്ന പറഞ്ഞാൽ അത് തീരെ ചെറിയ ശാഖയല്ലല്ലോ. ആ തീരെ ചെറിയ ശാഖയിൽ അലാറം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവണ്ടേ? എമർജൻസി ഡോർ ക്ലോസിംഗ് എന്ന് പറയുന്ന അടിയന്തര സാഹചര്യം ഉണ്ടാവണ്ടേ? കാര്യം ശരിയാണ്. ഇപ്പോൾ ആംഡായിട്ടുള്ള ഒരാൾ തോക്ക് പിടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു റോബറി ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ അതിനുള്ള ഒരു മുൻകരുതൽ ആ ബാങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? അതൊന്നും കണ്ടില്ല അവിടെ. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു സിസ്റ്റംസ് ഉണ്ട്. സോ അതിനനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ്സ് പോകാൻ ശ്രമിക്കുന്നത്. ചോദിച്ച ചോദ്യം, ഇപ്പോൾ ബാങ്കുകൾ പണമാണ് കൈകാര്യം ചെയ്യുന്നത്. ബാങ്കിൻ്റെ അടിസ്ഥാനമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാഷ് ഫ്ലോസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഓരോ ബാങ്കും ബ്രാഞ്ചും ആ ഡേ എൻഡിൽ സൂക്ഷിക്കേണ്ട ക്യാഷ് ബാലൻസിനെ കുറിച്ചും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു ശാഖയിൽ എത്ര കണ്ട് ക്യാഷ് അവിടെ വെക്കാം, കാരണം ബാക്കി വരുന്ന ആ ലിമിറ്റ് കഴിഞ്ഞുള്ള ക്യാഷ് വേറൊരു ചെസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ
ഒരു ശാഖയിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ ക്യാഷ് ഫ്ലോ ഓരോ പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ചുണ്ടാകും. അപ്പോൾ ആ ഒരു ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ സംബന്ധിച്ച്. ഇവിടെ വിഷയം എന്താണ്? സെക്യൂരിറ്റി റിസ്ക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി ഈ വിധത്തിൽ വന്ന് ഈ ഒരു വിഷയം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അതാണല്ലോ, അതൊരു ഓർഗനൈസ്ഡ് ലൂട്ടിങ്ങോ ഓർഗനൈസ്ഡ് തെഫ്റ്റ് ഒന്നുമല്ല. പക്ഷേ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ വീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ഇടപെടൽ വന്നിരിക്കുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇനി ഭാവിയിൽ തീർച്ചയായും എല്ലാ മാനേജ്മെൻറ്റിനും, നോട്ട് ഓൺലി ഫെഡറൽ ബാങ്ക് മാനേജ്മെൻറ്റ്, എല്ലാ ബാങ്ക് മാനേജ്മെൻറ്റിനും പീരിയോഡിക്കലായിട്ട് ഇത്രയും റിവ്യൂസൊക്കെ ചെയ്യുന്നുണ്ട്. ആ റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ക്രമീകരണം നടത്തും എന്നിപ്പോൾ നമുക്ക് എല്ലാ ബാങ്കിലും സിംഗിൾ ഡോറേ ഉള്ളൂ. അത് ഇവിടെ അങ്ങനെയുള്ളൂ. ഗ്രിൽസ് ഉണ്ട്, ഗ്രിൽ ലോക്സ് ഉണ്ട്, അലാറംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പാലിച്ച് തന്നെയാണ് പോകുന്നത്. പിന്നെ ചില വിഷയങ്ങളിൽ മാനേജ്മെൻറ്റുകൾ കുറച്ചുകൂടി ഗൗനം വേണം എന്ന് സംഘടന എന്ന നിലയ്ക്ക് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കാനുള്ളത്, കാലത്തിൽ വന്നൊരു മാറ്റം. പണ്ടൊക്കെ ശ്രദ്ധിച്ചു കാണും, എല്ലാ ബാങ്കുകളിലും ഗ്രിൽഡ് ക്യാഷ് കൗണ്ടേഴ്സാണ്, ഒരു കൂട്ടിലടച്ച പോലെ ഉണ്ടാകും ക്യാഷ്യർമാർ. പക്ഷെ കാലത്തിൽ വന്ന മാറ്റം അനുസരിച്ച് ബ്യൂട്ടിഫിക്കേഷൻ, പിന്നെ കസ്റ്റമറിന് കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലിനെസ് വരട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ വരട്ടെ എന്ന വിധത്തിൽ അതിലൊക്കെ വന്ന മാറ്റം, അത് ഈ പറഞ്ഞ ഗ്രിൽസൊക്കെ മാറി വന്ന ചില ബ്രാഞ്ചസെങ്കിലും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഈ കസ്റ്റമേഴ്സിന് കാഷ്യർമായിട്ടുള്ള ഡീലിംഗ് എളുപ്പമാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം ഇത്തരം സെക്യൂരിറ്റി റിസ്ക്സ് ഉണ്ട്. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിലും അത്തരം വിഷയങ്ങളൊക്കെ ഒന്നുകൂടി കാര്യമായിട്ട് നോക്കേണ്ടി വരും. മൊത്തത്തിലും നോക്കുമ്പോൾ ഈ ഗുരുതരമായ സുരക്ഷാ പിഴവ് എന്നുള്ളൊരു സ്വീപ്പിംഗ് ആരോപണം ഇതിൽ അനുയോജ്യമല്ല. അതേസമയം ഇവിടെ ഇപ്പോൾ സമഗ്രതയിലാണ് വിലയിരുത്തുന്നത് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ. നമുക്ക് അതിലേക്ക് എത്താം. അല്ല, ഉറപ്പായും ഒരു കടമുണ്ടായാൽ ബാങ്ക് കയറി കൊള്ളയടിച്ച് പണം ഉണ്ടാക്കാം എന്ന് കരുതുന്നത് സമൂഹത്തിൽ വരുന്ന മാറ്റം ഒരു തർക്കം കാര്യത്തില്ല. ഞാൻ കരുതാം. ജോർജ് ജോസഫ്, പക്ഷേ ഇപ്പോൾ ശ്രീകൃഷ്ണ പറയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 8000 ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളിൽ എത്ര എണ്ണത്തിലാണ് ഇപ്പോൾ സെക്യൂരിറ്റി ഉള്ളത് എന്നുള്ള കാര്യം നമ്മുടെ കൃത്യമായൊരു കണക്കില്ല. ഇനി സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളിലേക്ക് പരിണാമം പ്രാപിക്കുന്ന ഒരു സെക്ഷൻ നമുക്ക് മുന്നിൽ തന്നെ വളർന്നു വരുമ്പോൾ എന്തും സംഭവിക്കും. അപ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി 14 പോട്ടയിൽ കണ്ടത് കേരളത്തിൻ്റെ ഓർമ്മയിൽ ആദ്യ അനുഭവമാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാൻ പോകുന്നു എന്നൊരു ഭീതി കൂടി ഈ സംഭവത്തിന് പിന്നിലുണ്ട്. നോക്കൂ, ഇയാളുടെ ഈ ഷൂവിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ ഇയാളുടെ ആ വലിയ കോൺഫിഡൻസ് സംഭവിച്ച ചില പിഴവുകളാണ് ഇയാളിലേക്ക് പോലീസിലെത്തിയത്. ഇയാൾ അതുകൂടി പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും അയാൾ പിടികൂടാൻ പറയത്ത് നിന്നേനെ. ശ്രീ ജോർജ് ജോസഫ്, ആവർത്തിക്കാനിടയുണ്ടോ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ? തീർച്ചയായിട്ടും ആവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലും കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇനി വരുന്നത്. നമുക്കറിയാമല്ലോ, ഈ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് ഇതുവരെ അതിൻ്റെ ഒരു 90% കേരള പോലീസിനോ കസ്റ്റംസിനോ പിടിക്കാൻ പറ്റിയിട്ടില്ല. എത്ര എക്സ്പെർട്ടാണ് അവർ ആ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. അത് ഇതുപോലെയുള്ള കേസുകൾ ധാരാളം വേറൊരു വിധത്തിലെങ്കിലും ചെയ്തുകൊണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാച്യൂവിലെ തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലെ ചെറിയൊരു ബ്രാഞ്ചിൽ ഡെയിലിയുള്ള ട്രാൻസാക്ഷൻ അന്ന് 10 ലക്ഷം രൂപയുള്ളൂ ശ്രീകാര്യം ബ്രാഞ്ചിൽ. ഇവിടുത്തെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് അവിടുത്തെ മാനേജരും ഒരു പിയൂണും ഇത് എടുത്തുകൊണ്ട് ടാക്സിയിൽ ശ്രീകാര്യം ഭാര്യയെ രാവിലെ പോയിട്ടാണ് അവിടെ തുറക്കും. ഇന്നും പിടിച്ചിട്ടില്ലാത്ത കേസാണത്. രണ്ടുപേരും ഇത് ഒരേശം 1.5 വർഷം ഈ ബാങ്കിൽ നിന്ന് രാവിലെ ഈ കാറിനകത്ത് കൊണ്ടുവന്നതിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അവർ ഇതുവരെ പിടിച്ചിട്ടില്ല. ഫോളോ ചെയ്തിട്ട് ശ്രീകാര്യം ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ജാം വന്നപ്പം പെട്ടെന്ന് ഈ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് ബുള്ളറ്റ് കയറി രക്ഷപ്പെട്ടു പോയി. ആ ട്രാഫിക് പിടിക്കാൻ പറ്റിയിട്ടില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. അങ്ങനെ കേസുകളുണ്ട് ധാരാളം. കാരണം അവിടെ ചെറിയ ബ്രാഞ്ചുകളിലൊക്കെ ആവശ്യത്തിനുള്ള എമൗണ്ട് അന്നന്ന് രാവിലെ പോവുകയേ ചെയ്യുള്ളൂ. അപ്പം ഇവിടെ ഒരു വലിയൊരു ബാങ്ക് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അവിടെ മണി ട്രാൻസാക്ഷൻ കൂടി വന്നാൽ 50 ലക്ഷത്തിൽ കൂടുതൽ കാണില്ല. അതുകൊണ്ട് 50 ലക്ഷം എപ്പോഴും അവിടെ കാണും. പക്ഷേ ഈ ഒരു കേസോടുകൂടി ഇതിനകത്ത് താല്പര്യമുള്ള ക്രിമിനൽസിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യും, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യും എന്നാണ്. അത് വേറൊരു ലെവലിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബാങ്ക് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ഇല്ലാത്ത പല ബ്രാഞ്ചുകളും ഉണ്ട്. അല്ല ശ്രീ ജോർജ് ജോസഫ്, 50 ലക്ഷമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 80 ലക്ഷം ഒരു ഡെയിലി ഒരു 1 CR അടുത്തൊക്കെ ക്രയവിക്രയം നടക്കുന്ന ഒരു ബാങ്കാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ അടുത്ത കാലത്താണ് അവിടെ 3 ATM, താങ്കളുടെ തുടക്കത്തിൽ പറഞ്ഞു 3 ATM കവർച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ചാലക്കുടി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നിക്ഷേപങ്ങളുള്ള ബാങ്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു പോലീസിനാവട്ടെ അല്ലെങ്കിൽ ബാങ്കിനാവട്ടെ നമുക്കൊരു ഇൻ്റലിജൻസ് സംവിധാനം എന്നുള്ളത് ഉണ്ടാവേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ലോൺ വൂൾഫുകളാണെങ്കിലും ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ജോർജ് ജോസഫ്, അങ്ങോട്ടേക്ക് വന്നത് ഈ പറയുന്ന ഒരാൾക്ക് പകരം ഒരു സംഘമാണെങ്കിൽ ആ സംഘം സായുധധാരികളാണെങ്കിൽ
അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ ആ തോക്കെടുത്ത് വെടിയുതിർക്കാൻ ആ സംഘം, ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംഘമാണെങ്കിൽ തോക്കെടുത്ത് വെടിയുതിർക്കാൻ അവർക്ക് വടിയുണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എന്തൊരു ഭീകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കവർച്ചയാകുമായിരുന്നു അത്. ശ്രീ ജോർജ് ജോസഫ്, അപ്പോൾ നമുക്ക് ഇത് മുൻകൂട്ടി കാണാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. അത് ചെന്നൈയിലെ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു മുത്തൂറ്റാണെന്ന് തോന്നുന്നു, ഒരു ബാങ്കിൽ ഡേ ടൈമിൽ കവർച്ച ചെയ്തു. അവിടുത്തെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്കാരനും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് തോക്ക് ചൂണ്ടിയിട്ട്, കാരണം അത് ഡിഫെൻഡ് ചെയ്യാനോ അവരെ പിടിക്കാനോ ഒന്നും ബാങ്കുകാർ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഡെത്തിലോട്ട് പോകും. അവർക്ക് വരുന്നവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയാം. അവർ വെടിവെച്ച് കൊന്നിട്ടോ കുത്തി കൊന്നിട്ടോ പോകും. അവരെടുക്കാനുള്ളത് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് എല്ലാ ബാങ്കിനും ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാതെ അവർ കൊണ്ടുപോട്ടെ. ഇവിടുത്തെ ആ 2 ഓഫീസർ, ഒരു മാനേജരും ഒരു പിയൂണും, അവർ വേറൊരു മുറിയിൽ അവരെ പൂട്ടിയപ്പോൾ അവർ എതിർത്തില്ല. വേണമെങ്കിൽ അവർക്ക് 2 പേർക്ക് ഈ ക്രിമിനലിനെ വേണം ഓവർ പവർ ചെയ്യാം. ഇവൻ്റെ കയ്യിൽ എന്തായിരിക്കും നമുക്കറിയത്തില്ല. ഇപ്പോഴല്ലേ പിടിച്ചപ്പോഴല്ലേ ചെറിയൊരു പോറിങ് കത്തി മാത്രമേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ബാങ്കിൻ്റെ ഇപ്പം എല്ലാ ബാങ്കിലും കേരളത്തിൽ നമ്മൾ ആലോചിച്ചോണം, ഇഷ്ടംപോലെ പണമുണ്ട്. ചെറിയ ബാങ്കായാലും വലിയ ബാങ്കായാലും ശരി. നേരത്തെ ഇപ്പം ആശയം പറഞ്ഞ പോലെ 1 കോടി വരെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത്ര ഒരു സംവിധാനം അവിടെ ഉണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാനായിട്ട് ധാരാളം പുതിയ ആൾക്കാർ വരും. അതിന് ആരും സംശയമില്ല. അതുകൊണ്ട് ഇത് സെക്യൂരിറ്റി ഇൻറ്റൻസിഫൈ ചെയ്തേ പറ്റുള്ളൂ ബാങ്കുകളിലെ. ഇതതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അതുകൊണ്ട് ബാങ്കുകാരാണ് ഇത് സൂക്ഷിക്കേണ്ടത്. പോലീസിനെ ഇതിനകത്ത് കുറ്റം പറയാൻ ഒക്കില്ല. പോലീസ് എങ്ങനെയും പിടിക്കുമായിരിക്കും. കാരണം ഇതിനകത്ത് ഇപ്പം അത് 3 ദിവസം കഴിഞ്ഞ് ഈ 2 പിഴവുണ്ടായതുകൊണ്ടാണ് ഈ ഷൂവിൻ്റെ അത് കാര്യത്തിലും അയാൾ മോഷ്ടിച്ച ഒരു 2 വീലറും ആയിരുന്നെങ്കിൽ പോലീസ് ഇപ്പോൾ ഇങ്ങ് പിടിക്കാൻ പോലും. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വളരെ തന്ത്രപൂരം നല്ല രീതിയിൽ ഇതിനകത്ത് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അവർ അഭിനന്ദിക്കുന്നത്. ജോർജ് ജോസഫ്, എൻ്റെ പിന്നെയും എൻ്റെ ചോദ്യം ഈ പറയുന്ന ഇത് താങ്കൾക്ക് അറിയാവുന്ന മേഖലയാവണമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയ പ്രധാനപ്പെട്ട റോഡാണ്. ഇപ്പോഴത് ബൈപ്പാസ് ആണെങ്കിലും നിറയെ ആളുകളുള്ള, എപ്പോഴും വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഒരു പ്രധാനപ്പെട്ട റോഡ് വക്കിലുള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ നട്ടുച്ചയ്ക്ക് ഒരാൾ കയറി 15 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് ഏതോ തരത്തിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നില്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. അത് തന്നെയല്ലേ ആശയം പറഞ്ഞ പോലെ ചാലക്കുടി തൃശ്ശൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷൻ. കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന ഈ ഏരിയയിലാണ്. കാരണം സ്വർണത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണല്ലോ തൃശ്ശൂർ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ 50 ലക്ഷം തരുമ്പോൾ ആശയം പറഞ്ഞപ്പോഴാണ് 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ ബാങ്കിൽ നടക്കുന്നത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ആധുനിക യുഗത്തിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഇൻറ്റൻസിഫൈ ചെയ്യണം. അതിന് യാതൊരു സംശയമില്ല. അപകടം കൂടുതൽ ഇനിയും വരും, ഇനിയും മോഷണം ഉണ്ടാവും. ഇത് കണ്ടുപിടിച്ച ധാരാളം ക്രിമിനൽസ് നമുക്കറിയാമല്ലോ. ആ തൃശ്ശൂർ തന്നെ വേറൊരു കണ്ടില്ലേ, ഈ അവിടുത്തെ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്ത കേസാണ്. അവിടുത്തെ ലോഡ്ജിൽ വന്ന് VIP വലിയൊരു ലക്ഷറി കാറിൽ വന്ന് 2 പേര് വന്നിട്ട് അവിടുത്തെ ഒരു സ്വർണ്ണക്കടയിൽ വിളിച്ചിട്ട് അവർക്കൊരു 10-50 പവൻ്റെ സ്വർണം വേണം, ഞങ്ങൾ ലോഡ്ജിലാണ്. അവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു തന്നപ്പം ആ സ്വർണം പഠിച്ചിട്ട് അവരെ 2 പേരെ അഴിച്ച് അവരെ 2 കെട്ടിയിട്ട് ഒരുത്തനെ വെടിവെക്കേണ്ടി ചെയ്തിട്ട് അവർ രക്ഷപ്പെട്ടു. ആരും പ്രതീക്ഷിക്കാത്ത 2 പേരെ ലൊക്കേറ്റ് ചെയ്ത് പോലീസ്. അത് മൂലമറ്റത്തുള്ള 2 പേരായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു കേസിനകത്ത് ഞാൻ കണ്ടു ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ. അത് തന്നെയല്ലേ സ്വർണ്ണക്കട ധാരാളം ഉള്ള സ്ഥലത്താണ്. അവിടുന്ന് സ്വർണം മിക്കവാറും ഉള്ള ആൾക്കാർ. ഈ അടുത്ത കാലത്ത് നമ്മൾ വേറൊരെണ്ണം കണ്ടല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ചേട്ടനും അനിയും കൂടെ സ്വർണം മുഴുവൻ ആഭരണങ്ങൾ മുഴുവൻ വീട്ടിലോട്ട് കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോയി കടയിൽ കൊണ്ടുവരും. അത് കണ്ടില്ലായിരുന്നോ? അതിനകത്തായിരുന്നില്ലേ നമ്മൾ മറ്റേ നമ്മുടെ ഗായകൻ്റെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള ആ കേസിനകത്ത് അന്നത്തെ ഡ്രൈവർ തന്നെയായിരുന്നു അവിടുന്ന് ആ സ്വർണം കടത്തിക്കൊണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്, ഇയാൾക്ക് ഇതിനുള്ള ഇത്രയും വലിയൊരു വീട് വെക്കാനുള്ള വരുമാനം ഉണ്ടോ? അയാളുടെ ഭാര്യ ഒരു നേഴ്സാണ്, സമ്മതിക്കുന്നത്. 3 ലക്ഷം രൂപ എങ്ങാണ്ട് ശമ്പളം ഉണ്ടെന്ന് പറയുന്നു. 1.5 ലക്ഷം രൂപയൊക്കെ അയച്ചു കൊടുക്കും. ഇയാൾക്ക് ഒരു 10ാം ക്ലാസ്സുകാരൻ അവിടെ പോയി എന്ത് ജോലി ചെയ്താലും ശരി ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകാൻ ഒക്കില്ല. അപ്പം ഇത്രയും വലിയൊരു വീട് വെക്കാൻ 2 വർഷമായല്ലോ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇയാളെപ്പറ്റി, ഇയാൾക്ക് 40 വയസ്സുണ്ട്, ഇയാളെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കണം പോലീസ്. ആ വീട് വെക്കാനുള്ള സോഴ്സ് നോക്കണം, പണം എവിടെ നിന്ന് വന്നെന്ന് നോക്കണം. ഇയാളൊരു സൈലൻറ്റ് ഓപ്പറേറ്ററാണെന്ന്. അങ്ങനെ ധാരാളം പേരെ പിടിക്കാതെ കേരളത്തിൽ കിടപ്പുണ്ട്. വളരെ സൈലൻറ്റ് ഓപ്പറേറ്റേഴ്സ് ധാരാളമുണ്ട്. ഒരു തരത്തിൽ അടുക്കാൻ പറ്റുന്നില്ല. അവർ ഓപ്പറേഷൻ ചെയ്ത് അതിനൊരു ടിപ്പിക്കൽ കേസ്. ഇതെന്തായാലും പോലീസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും വിവരങ്ങൾ കിട്ടി. അതുകൊണ്ട് ഇനി വളരെ സൂക്ഷിക്കണം പോലീസും, അതുപോലെ തന്നെ ബാങ്കുകാരും ക്യാഷ് ഉള്ളവരും സ്വർണ്ണക്കടക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം. കാരണം വേറെ മാമിയുടെ കേസ് അറിയാമല്ലോ നമുക്ക്. മാമി മിസ്സിംഗ് ആണ് അവിടെ. അപ്പോൾ അതുപോലെ ധാരാളം കേസുകൾ അൺഡിറ്റക്റ്റഡ് കേരളത്തിൽ കിടക്കുകയാണ്. ഉണ്ട്. കേശവൻ, ഇവിടെ നമ്മളിപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ ഡിജിറ്റലായിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാല കൊണ്ട് പണയം വെക്കാൻ വേണ്ടി ബാങ്കിലോട്ട് പോയാൽ ആ പണം ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണമായി വരുമായിരിക്കാം. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർ
നടക്കാത്തൊരു കാലത്ത് ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഇത്രയധികം തുക എന്തായാലും ബാങ്കിലുണ്ടല്ലോ. അന്വേഷിച്ചിടത്തോളം ഒരു മീഡിയം ലെവൽ ബാങ്കാണ്. ഈ നട്ടുച്ച സമയത്ത് അവിടെ 47 ലക്ഷം രൂപ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ബാങ്കിൻ്റെ പണമാകുമോ അതോ ഈ ക്രയവിക്രയത്തിൻ്റെ സമയത്ത് വരുന്ന പണമാകുമോ ശ്രീ ആദികേശവൻ? അതും അതായത് ചെസ്റ്റ് ബ്രാഞ്ചിൽ നമുക്ക് എന്താണ് ക്യാഷ് ഇത്രയേ പാടുള്ളൂ എന്നുള്ളതില്ല. അതായത് RBIയുടെ ഏജൻ്റായിട്ടാണ് ഈ ചെസ്റ്റ് ബ്രാഞ്ചുകൾ, ക്യാഷ് ചെസ്റ്റുള്ള അത് വളരെ സജ്ജീകരണത്തോടു കൂടി അതിന് സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. ഒരു ചെസ്റ്റ് എന്ത് രീതിയിലാവണം കെട്ടേണ്ടത് അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ RBI വിശദമായിട്ടുള്ള രൂപരേഖ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത ശാഖകളിൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെസ്റ്റ് ബ്രാഞ്ചല്ല. അതല്ലാത്ത ശാഖകളിൽ മൊത്തം എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ ഇടപാടുകൾ എത്രയൊക്കെ നടക്കും എന്നതിനെ ആശ്രയിച്ച് ഓരോ ലിമിറ്റ് നിശ്ചയിക്കാറുണ്ട്. സാധാരണ 10-15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ തുക. അപ്പോഴും നാം ഓർക്കേണ്ടത് ഇപ്പോൾ രാവിലെ 10 മണിക്കോ 11 മണിക്കോ ഒരാൾ കുറച്ച് അധികം ക്യാഷ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് കുറച്ചധികം ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനകം മാത്രമേ അവർക്ക് ഈ കൺട്രോളിംഗ് ബ്രാഞ്ചിലേക്ക് കൂടുതലുള്ള പൈസ കൊണ്ട് റിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ ഡെയിലി വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ലിമിറ്റും എക്സീഡ് ചെയ്തൊക്കെ ക്യാഷ് ചിലപ്പോൾ കയ്യിൽ വന്നേക്കാം. ഈ ബ്രാഞ്ചിൽ നമുക്ക് വിവരം അറിയില്ല എത്രയായിരുന്നു അവരുടെ ലിമിറ്റ്. എന്തായാലും അത് ഈ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിലെയും പരമാവധി ക്യാഷിൻ്റെ തുക കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ അതിൽ കവിഞ്ഞിട്ടുള്ള ക്യാഷ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ അവിടെ ഉന്നയിക്കപ്പെട്ടേക്കാം. ഇതാണ് പൊതുവെയുള്ള എന്താണ് ക്യാഷ് റിട്ടൻഷൻ അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ആവാം എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ സ്വീകരിച്ചു വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കാരണം ആ ബ്രാഞ്ചിലെ റിട്ടൻഷൻ ലിമിറ്റ് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ പൊതുവേ പറഞ്ഞാൽ ചെറിയ ബ്രാഞ്ചസിലൊക്കെ 15-20 ഒക്കെ ആയിരിക്കും മാക്സിമം റിട്ടൻഷൻ ലിമിറ്റായിട്ട് അനുവദിച്ച് കൊടുക്കപ്പെടുന്നത്. ഓരോ ബാങ്കും തീരുമാനിക്കുന്നതാണത്. ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. ജിജി ജോൺസൺ, ഇത് ഇവിടെ ഇയാൾ ഈ നാട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു എന്നും ഇപ്പോൾ ഇയാൾ ആ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് പ്രവാസി അമ്പിൻ്റെ കൂട്ടത്തിൽ, അമ്പ് പെരുന്നാളാണ്, പ്രവാസി അമ്പിൻ്റെ കൂട്ടത്തിൽ അയാൾ നൃത്തം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപരിചിതനായ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അയാൾ നാട്ടിൽ നിൽക്കുന്ന ആളാണ്, നാട്ടുകാരുമായൊക്കെ സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു കുറ്റവാളി ഉണ്ട് എന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ ശ്രീമതി ജിജി ജോൺസൺ? ഇല്ല, ഇങ്ങനൊരു കുറ്റവാളി ഇയാളിലുണ്ടെന്ന് ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞിട്ടില്ല. എല്ലാവരുമായി സഹകരിച്ചും എല്ലാ മേഖലകളിലും പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. 2 വർഷമായിട്ടുള്ളൂ, 2.5 വർഷമായിട്ടുള്ളൂ ഇയാളിവിടെ വന്ന് താമസിച്ചിട്ട്. വീട് വാങ്ങിച്ചു താമസിച്ചു. എല്ലാവരുമായിട്ട് സഹകരിച്ചും ഞങ്ങളൊരു 1-ാം വാർഡ് താണിപ്പാറയിൽ താമസിക്കുന്നതാണ്, ചാലക്കുടി മുനിസിപ്പാലിറ്റി. അതുകൂടാതെ ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലും ഉള്ളൊരു വ്യക്തിയാണ്. ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത്. അന്ന് പോലും കുടുംബസമ്മേളനം ആളുടെ വീട്ടിൽ വെച്ച് കൂടുകയും അയാൾ ആ ഇതിൽ പങ്കെടുക്കുകയും ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോഴും അയാൾ പറഞ്ഞത് കുറ്റവാളി പിടിക്കപ്പെടില്ല എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് വിഷമം തോന്നുന്നത് അയാളുടെ ഫാമിലിയാണ്. അവരെന്ത് തെറ്റ് ചെയ്തു, ആ മക്കളും ഭാര്യയും, അവരെ ഓർത്താണ് നമ്മളുടെ മൊത്തം ഞങ്ങളുടെ നാടായാലും വിഷമിക്കുന്നത്. ഇയാൾക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കുട്ടികളാണുള്ളത്. അപ്പോൾ അയാൾ 2 കുട്ടികളുടെ ഭാവിയെങ്കിലും ഓർക്കേണ്ടതായിരുന്നില്ല. അയാൾക്ക് അത്രയും ബോധമില്ലാത്ത ആളല്ലോ. അയാൾ ഗൾഫിലും ഒക്കെ പണിയെടുത്ത മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് തീരെ ബോധമില്ലാത്ത അത്രയും അങ്ങ് ഡ്രഗ് അഡിക്റ്റ് ആയ ബോധം നശിച്ച ഒരാളല്ലോ. അയാളുടെ കുട്ടികളെ പറ്റിയെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നു എന്ന് പൊതുവെ കേൾക്കുന്നതാണ്. മോഹൻ റോയ്, ഈ പറയുന്ന ബാങ്ക് റോബറി സിനിമകൾ അല്ലെങ്കിൽ ബാങ്ക് റോബറി സീരീസിനൊക്കെ വലിയ ആരാധകരുള്ളൊരു കാലം കൂടിയാണ്. അത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും. ഇപ്പോൾ മണി ഹീസ്റ്റ് എന്ന് പറയുന്ന ആ സ്പാനിഷ് നെറ്റ് സീരീസ് കാണാത്ത അധികം പേരുണ്ടാകാൻ വഴിയില്ല. താങ്കൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും. വളരെ ത്രില്ലിംഗ് സീരീസാണ്. ബാങ്ക് റോബറി എന്ന് പറയുന്ന ഒരു ഡോക്യു ഫിക്ഷൻ സീരീസ് ഉണ്ട്. ഈ 2006 ബ്യൂണസ് ഐസിൽ നടന്ന ഒരുപിടി ബാങ്ക് മോഷ്ടാക്കളെ ഇരുത്തി ചെയ്യുന്ന ഒന്നാണ്.
ദ ഗ്രേറ്റ് റോബറി എന്ന് പറയുന്ന 94 കൊളംബിയയിൽ നടന്ന ഒരു ബാങ്ക് റോബറി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ ആരാധകരുള്ള കാലമാണ്. നമ്മളതൊക്കെ കാണാറുണ്ട്, അതിൻ്റെ ആർട്ടിസ്റ്റിക് മൂല്യം ആസ്വദിക്കാറുണ്ട്, കളയാറുമുണ്ട്. അത് കണ്ടിട്ട് അതുപോലെ ആകാം, അല്ലെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്തു കളയാം എന്നാലോചിക്കുന്ന ആളുകൾ വരുമ്പോൾ അതിന് ഈ പറയുന്ന അമ്മയുടെയും അച്ഛൻ്റെയും പോലും കഴുത്തറക്കാൻ കൈവറക്കാത്ത രീതിയിലുള്ള ഡ്രഗുകൾ പിൻബലമേകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കില്ലെന്ന് പറയാൻ കഴിയുമോ ഡോക്ടർ മോഹൻ റോയ്? ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അങ്ങ് സൂചിപ്പിച്ച വാക്കുണ്ടല്ലോ, അങ്ങ് ഇത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, കലാമൂല്യം ആസ്വദിച്ചിട്ടുണ്ട്. ഞാനും ഇത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, കലാമൂല്യം ആസ്വദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രണ്ടുപേരുടെയും വ്യക്തിത്വം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സമൂഹത്തിൽ ധാരാളം വ്യക്തിത്വ വൈകല്യമുള്ള ആൾക്കാരുണ്ട്. ദയവായി ഇനി ഈ വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സൈക്യാട്രിസ്റ്റ് വന്നവർക്ക് വ്യക്തിത്വ വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ നിയമത്തിൽ നിന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കാനാണെന്ന് ആരെങ്കിലും ദയവായി തെറ്റിദ്ധരിക്കരുതെന്നൊരു അപേക്ഷ. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ജിജി മാഡം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മോശമായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട്. ഇയാളുടെ ഉള്ളിൽ കുറ്റവാളിയില്ല. മാഡത്തിൻ്റെ അവിടെയുള്ള ആ ജനപ്രതിനിധിയുടെ കൃത്യമായ വിലയിരുത്തലുകളാണ് അത്. അവിടെ തന്നെയാണ് ഈ പ്രശ്നവും. അതായത് നമുക്ക് പുറമേ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്ന, അത്യാവശ്യം ഇതിലൊക്കെ ഉള്ള മറ്റ് കുറ്റവാളി സ്വഭാവമൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്തരത്തിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച്, അതായത് വലിയ സാമ്പത്തിക പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അയാൾ കുറ്റവാളിയാവില്ലായിരിക്കും, അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അയാൾ കുറ്റവാളിയാവില്ലായിരിക്കും. നമ്മൾക്കൊരു ഈ ലോകത്തെ കുപ്രസിദ്ധരായ ഡബിൾ ഏജൻറ്റുമാരുണ്ട്. ഡബിൾ ഏജൻ്റ് എന്ന് പറയുമ്പോൾ അങ്ങേക്കറിയാവുന്ന പോലെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വേണ്ടി അവരാണ് ഏറ്റവും കുപ്രസിദ്ധരായിട്ടുള്ളത്. രണ്ട് രാജ്യത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം വിറ്റവരാണ്. അവരുടെയൊക്കെ പേഴ്സണാലിറ്റി ടൈപ്പ് വെച്ച് ഒരു ഡബിൾ ഏജൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആൾക്കാർ തന്നെയുണ്ട്. അവർ വളരെ എക്സ്ട്രോവേർട്ടുകളായ ആൾക്കാരെ വളരെയധികം ആകർഷിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന, വളരെയധികം ഇമോഷണൽ ഇൻ്റലിജൻസ് സ്കില്ല് ഉള്ളവരായ ആൾക്കാരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന, പക്ഷേ അവരുടെ ഇവാലുവേഷൻ സ്കില്ലും ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും അവഗണിക്കാനുമുള്ള നല്ല കഴിവുള്ള ആൾക്കാർ രണ്ട് സ്ഥലത്തിനും വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലെ വ്യക്തി എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം വളരെയധികം വിമർശിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമ ഞാൻ OTT-യിലാണ് കണ്ടത്. ആ സിനിമയിൽ കാണുന്ന കൊലപാതക രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നായകനൊക്കെ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി എത്രയോ ആൾക്കാരാണ്, ആ ഒരു ചെറിയ വീടിന് അത്രയും പേരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരിക്കും, അവരെ വന്നിങ്ങനെ കുത്തിക്കൊല്ലുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് നാം ഈ പറയുന്ന 96-ന് ശേഷം ജനിച്ച ഒരു പ്രത്യേക ജനറേഷനെ സൂചിപ്പിക്കാൻ, അവരുടെ ഇടയിലാണ് സിനിമയ്ക്കൊക്കെ വലിയ ആരാധകരുണ്ടായിരുന്നെന്ന് പറയുന്നു. ആ കാലത്തെ വീഡിയോ ഗെയിമുകൾ അങ്ങനെയായിരുന്നു. ഈ വീഡിയോ ഗെയിം പണ്ടൊക്കെ ഇപ്പോൾ മുതിർന്ന ആൾക്കാർ ധാരാളം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ കാലത്ത് ഒരു സിനിമയിൽ ഒരാളെ കുത്തിക്കൊല്ലുന്നത് ഒരു കത്തി എടുത്ത് ഒരൊറ്റ കുതിന്, അല്ലെങ്കിൽ 1-2 കുത്ത്. ഇപ്പോൾ അങ്ങനെയല്ല. കുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു സിനിമയെ പോലെ ചറപറാന്ന് കുത്തുകയാണ്. ഇത് എത്രത്തോളം ക്രൂരമായി അത് ഈ കുത്തുന്ന സീനുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ അടുത്ത് നിന്നാണ് ഈ സീനുകൾ കാണുന്നത്. അതായത് ഈ അടുത്ത് നിന്ന് കുത്തുന്ന ഒരു ഇഫക്റ്റിന് വേണ്ടിയുള്ള സീനുകൾ, ഇതൊക്കെ വീഡിയോ ഗെയിമുകളിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ കാണുന്ന അങ്ങോ എനിക്കോ ഈ വയലൻസ് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ചെറിയ വയലൻസ് ഉള്ള സിനിമകളൊക്കെ ആസ്വദിക്കുന്ന കുറച്ച് പേരുണ്ടാവും, അങ്ങനെ ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് കണ്ട വികലമായ ചിന്താഗതിയുള്ള ഒരാളുടെ മനസ്സിലേക്ക് ഇത് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നല്ലോ, മലയാളത്തിലെ ഒരു സിനിമ വന്നതിന് ശേഷം എത്രയോ ആൾക്കാർ ഇപ്പോൾ ഫോണ്, നമുക്കെല്ലാവരും അറിയാവില്ല, പണ്ട് കുറ്റവാളികൾ ഉപയോഗിച്ചിരുന്നൊരു കാര്യമാണ്, ഒരു കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഫോൺ എതിർദിശയിലേക്ക് പോകുന്ന വാഹനത്തിലേക്ക് ഇടുന്നു. അത് പോലീസിന് അറിയാവുന്ന കാര്യമായിരുന്നു, പോലീസ് ഇത് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് സിനിമയിൽ കണ്ടതിന് ശേഷം ധാരാളം കുറ്റവാളികൾ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോഴുള്ള ഒരു അപകടമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ സിനിമയിലും പണ്ട് 20-ാം നൂറ്റാണ്ട് സിനിമയിൽ കാറിൻ്റെ സ്റ്റിക്കർ മാറ്റി സ്വർണം കടത്തുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ സംഭവം നോക്കിയാൽ വേണം 20-ാം നൂറ്റാണ്ട് ഇൻസ്പയർഡ് ആയതാണെന്ന് പറയാം. അല്ല, ഇത് ഞാൻ സൂചിപ്പിച്ച പോലെ ഞാനും ഇത് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ അന്നത്തെ കാലത്തെ ഒരു നായക സങ്കല്പത്തിലുള്ള 2 പേർ വന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അങ്ങ് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് എടുത്തില്ല, മറ്റുള്ളവരത് എടുത്താൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പണ്ട് അങ്ങ് ആലോചിച്ച് നോക്കുക, അങ്ങേക്ക് 20-ാം നൂറ്റാണ്ടേ പറയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ മണി ഹേസ്റ്റ് ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സാധനം കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ശരി, ശ്രീ കൃഷ്ണ, ഇവിടെ ഡോക്ടർ മോഹൻ റോയ് സാർ പറയുന്നൊരു കാലം കൂടാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇന്ന സ്ഥലങ്ങളിൽ ഡക്കോയിറ്റിക്ക് പോസിബിലിറ്റി, ഒരു ചാൻസ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ഥലത്ത് ചാലക്കുടി എന്ന് പറഞ്ഞ പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത സ്ഥലമാണല്ലോ. അവിടെ നട്ടുച്ചയ്ക്ക് ഒരു സാധാരണക്കാരൻ കയറി 15 ലക്ഷം എടുത്തുകൊണ്ട് പോയല്ലോ. അപ്പോൾ ഈ പറയുന്ന ബാങ്കിങ് മേഖലയിലെ അല്ലെങ്കിൽ വിവിധ ബാങ്കുകളുടെ 8,000-ഓളം ശാഖകളിലൊക്കെ
എവിടെയൊക്കെയാണ് മാറിയ സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണി ഉള്ളത്, എവിടെയൊക്കെയാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ടതെന്നൊരു സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുക എന്നതുകൂടി ഈ പോട്ടയുടെ പാഠമായി നമ്മൾ എടുക്കണ്ടേ ശ്രീകൃഷ്ണ? തീർച്ചയായും ആ ഒരു അസസ്മെന്റ് ബാങ്ക് മാനേജ്മെന്റ്സ് എടുക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും ആ വിഷയത്തിലൊരു നിർദ്ദേശവും ഗൈഡൻസും ഒക്കെ മാനേജ്മെന്റിന് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് വരുന്ന വേറെ വിഷയം, ഇപ്പോൾ ഡോക്ടർ മോഹൻ റായ് പറഞ്ഞുകൊണ്ടിരുന്നു നിരവധി പ്രാവശ്യം കുത്തിക്കൊല്ലുന്ന പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജീവനക്കാരെ ആക്രമണത്തിന് വിധേയമാകണം. ഇന്ത്യ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഓഫീസർമാർ ജീവനക്കാരൊക്കെ തന്നെ ഈ കസ്റ്റമേഴ്സ് ബാങ്കിൽ വന്ന് ആ വിധത്തിൽ ആക്രമിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം രാജ്യത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് വലിയൊരു പണിമുടക്കിലേക്ക് പോലും നീങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് അടുത്ത മാസത്തിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത് വളരെ ഒരു ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ സെക്യൂരിറ്റി ആംഗിള്, സുരക്ഷാ ആംഗിള് കാണേണ്ടതുണ്ട്. സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒക്കെ കാണേണ്ട ഒരു വിഷയമുണ്ട്. ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഈ ആംഡ് ഗാർഡ്സ്, ആ സെക്യൂരിറ്റി ത്രെട്ട് പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ആംഡ് ഗാർഡ്സിനെ തന്നെ ബ്രാഞ്ചുകൾ നിയോഗിക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നുണ്ട്. അവിടെ കേവലം കോസ്റ്റിൻ്റെ ആംഗിളിൽ ചെലവ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിൽ പുറകോട്ട് പോകുന്നതിൽ കാര്യമില്ല. ആ ചെലവ് കൂടുമ്പോൾ അതിൻ്റെ പാപഭാരം വഹിക്കേണ്ടി വരുന്നത് കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് കഴിയുന്നത്ര ജീവനക്കാരെ കുറയ്ക്കുന്നു എന്നുള്ള സമീപനം ആശാസ്യമാകില്ല. അല്ല കെ എസ് കൃഷ്ണ, ഈ ബാങ്കുകൾക്ക് ഇപ്പോൾ ബാങ്കിൻ്റെ ക്യാപിറ്റലോട്ടാണെങ്കിൽ കൂടിയും സർക്കാർ സഹായങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് ബാങ്കുകൾ ലാഭം ഉണ്ടാക്കുന്നു, ബാങ്കുകളുടെ ഡിവിഡൻഡ് നൽകുന്നു, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആ പ്രോഫിറ്റും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതൊരു വലിയ വിഷയമായിട്ട് തന്നെ മാനേജ്മെൻറ്റുകൾ കണ്ടുകൊണ്ട് ആവശ്യത്തിന് ആ ത്രെട്ട് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആയിട്ട് അസസ്മെൻറ്റ് വേണം. കേവലം ഒരു ലേമാൻ ചെയ്യേണ്ട വിഷയമല്ല. ആ ത്രെട്ട് പെർസെപ്ഷൻ നടത്തിക്കൊണ്ട് അവശ്യം നിയോഗിക്കേണ്ട മേഖലകളിൽ, ശാഖകളിൽ ഒക്കെ തന്നെ അത് നിയോഗിച്ചു കൊണ്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞാൻ 8000 ശാഖകളുടെ കാര്യം പറഞ്ഞല്ലോ. സംസ്ഥാനത്ത് 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള സംസ്ഥാനത്ത് 8000 ശാഖകൾ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏതാണ്ട് 13 ശാഖകൾ ഉണ്ടെന്നാണ് കണക്ക്. അത് പൊതുമേഖലാ ബാങ്കിൽ എടുത്താൽ 4000 ശാഖകൾ പൊതുമേഖലാ ബാങ്കിൽ തന്നെയുണ്ട്. 8 ശാഖകൾ ഏതാണ്ട് 1 കിലോമീറ്റർ തന്നെ പൊതുമേഖലാ ബാങ്കുകൾക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ വിധത്തിലൊരു അസസ്മെൻറ്റ്, ശ്രീ ആദികേശൻ അത് ആ റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചു. മാനേജ്മെൻറ്റുള്ള ആ പോളിസി ഉണ്ട്, അത് വളരെ പ്രൊയാക്റ്റീവായിട്ട് നടത്തിക്കൊണ്ട് കേരളത്തിലും പുറത്തുമൊക്കെ നടത്തിക്കൊണ്ട് അത് ചെയ്യുന്നത് അത് ഇടപാടുകാർക്ക്, ഇത് കേവലം ജീവനക്കാരുടെ മാത്രം വിഷയമല്ലല്ലോ. ഒരു ത്രെട്ട്, ഡക്കൗട്ടി, റോബറി അറ്റംപ്റ്റ് വരുന്നുവെങ്കിൽ അത് അവിടെയുള്ള കസ്റ്റമേഴ്സിനും ബാധിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള ഒരു ക്രമീകരണം, ഇത് പറയുമ്പോഴും എല്ലാത്തിനും മറുവശങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രോഡ്സ്, ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് കൂടിക്കൊണ്ടിരിക്കുക. ടെക്നോളജി മുന്നോട്ട് പോകുമ്പോഴും ഫ്രോഡ്സ്, പാരലായിട്ട് ഹാക്കിംഗ് തുടങ്ങിയ എല്ലാ ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിരന്തര പ്രക്രിയ ആയിരിക്കുമെന്ന് കണ്ടുകൊണ്ട് ഒരു നിരന്തര ജാഗ്രത ബാങ്ക് മാനേജ്മെൻറ്റ് പുലർത്തിക്കൊണ്ട് ആവശ്യത്തിന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടും ക്രമീകരണം നടത്തിക്കൊണ്ടും നേരത്തെ സൂചിപ്പിച്ച ഗ്രിൽസ്, സെക്യൂർഡ് ഡോർസ് ഒക്കെ വെച്ചുകൊണ്ട് ബ്യൂട്ടിഫിക്കേഷൻ അപ്പുറം സുരക്ഷയ്ക്കും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ബ്രാഞ്ചുകളുടെ ഒരു റീഓർഗനൈസേഷൻ ഈ കാലഘട്ടം ട്രേഡ് യൂണിയൻ പ്രതിനിധി എന്നുള്ളത് എനിക്കൂടി താങ്കൾ പറഞ്ഞു. ഞങ്ങളിലേക്ക് എത്താം. ജോർജ് ജോസഫ്, ഇവിടെ ഈ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയെന്ന് പോലീസ് പറയുകയാണ്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുകൂടി പറയുകയാണ്. നോക്കൂ ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഈ പറഞ്ഞ ഒറ്റയാൻ ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 ദിവസം പോലീസിനെ ഇരുട്ടിൽ നിർത്തിയെങ്കിൽ അത് ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മറ്റു യാതൊരു പിന്തുണയും ഇല്ലാതെ 2.5 മണിക്കൂർ 36 അംഗ കേരള പോലീസ് സംഘത്തെ അയാൾ ഇരുട്ടിൽ നിർത്തിയെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കാണോ? ഇയാൾക്ക് മറ്റ് സംഘങ്ങളെ ബന്ധമുണ്ടോ? ഇയാൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഇതല്ലാതെ മറ്റൊരു കഥ ഇതിന് പിന്നിലുണ്ടോ? തുടങ്ങിയ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് കൂടി ഇയാളെ മുൻനിർത്തി പോകേണ്ടതില്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം 2 മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരിക്കും ബോംബെയിൽ നിന്ന് കുറേ പോലീസ് കൂടെ വന്നു. അവിടെ ജാവേദ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ ഡയമണ്ടിൻ്റെ ഏറ്റവും വലിയ കടയിൽ ഒരു CBI റെയ്ഡ്. ആ CBI ഓഫീസർ അവിടെ വന്നു. അവരുടെ കയ്യിൽ, അകത്തുള്ളവരുടെ കയ്യിൽ തന്നെ 6-7 റിവോൾവറുണ്ട്. അതെല്ലാം ഇയാൾ പിടിച്ച് വജിയുടെ കൂടെ 10-20 CBI ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം നിർത്തി അവിടെ റെയ്ഡ് നടത്തി. അവിടുന്ന് എല്ലാം ഡയമണ്ട് മുഴുവൻ തൂക്കി അയാൾ നോക്കുകയാണ്. അവസാനം ഒരു കിഴി, അത് എനിക്ക് തോന്നുന്നത് 3-4 കോടി രൂപയുടെ അന്ന് അത്ര ഡയമണ്ട് എടുത്തിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെയും വിളിച്ചിട്ട് CBI ഓഫീസിലോട്ട് പോകണമെന്ന്, ബാക്കി എൻ്റെ സ്റ്റാഫ് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് അയാൾ ഒരു കെട്ടിടത്തിനകത്ത് കയറി അപ്രത്യക്ഷമായി. അതിൻ്റെ കാരണം
അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ടാണ്, വലിയ ഹോട്ടലിൽ വന്നാണ് മുറി എടുത്തിരിക്കുന്നത് CBI ഓഫീസർ. പക്ഷേ അഡ്രസ്സ് എഴുതിയിരിക്കുന്നതിനകത്ത് 10ാം ക്ലാസ്സുകാരൻ്റെ വിദ്യാഭ്യാസമേ ഉള്ളൂ. എഴുതിയിരിക്കുന്ന ഗതിച്ചുള്ളൂ. അത് നമ്മൾ മലയാളിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളികൾ ഇത്രയും വലിയ ഫ്രോഡ് എഴുതിയിരിക്കുന്നതിനകത്ത്. ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ പഞ്ചാബ് സിന്ധ് ബാങ്കിൻ്റെ ഒരു റെസിഡൻസ് ഹൗസ് ഉണ്ട് ഇവിടെ, ഗവൺമെൻറ് പ്രസിഡൻ്റ് അവിടെ എഴുതി, അവിടെ ബോംബെ കൊടുത്ത് നടത്തുന്ന TC നമ്പർ, TC ട്രിവാൻഡ്രം കോർപ്പറേഷൻ TC നമ്പർ, അത് വെളിയിലുള്ള മറ്റ് സ്റ്റേറ്റുകാർക്ക് അറിയാൻ TC നമ്പർ ഇത്ര. അതിനുശേഷം ഗവൺമെൻറ് പ്രസ് റോഡ്, സ്റ്റാച്യു, തിരുവനന്തപുരം എന്നാണ് ഹോട്ടലിൽ കൊടുത്തിട്ട് അഡ്രസ്. പിന്നെ അവിടെ ആഹാരം കഴിച്ചിരിക്കുന്ന രാവിലെ ഹോട്ടലിൽ ഒറ്റയ്ക്ക് വന്ന് താമസിച്ച CBI ഓഫീസർ. ഫ്രോഡ് നമ്പർ 1, ഒറ്റയ്ക്കുള്ള ഓപ്പറേഷനാണ്. ഇഡ്ഡലിയാണ് കഴിച്ചിരിക്കുന്നത്. അതൊരു മലയാളി എന്നും പിടിച്ചിട്ടില്ല. അത് നമ്മൾ ആലോചിക്കുക. അത് ആ ബോംബെ പോലീസ് ഇവിടെ വന്ന്, ഞാൻ ഈ കെട്ടിടം പോയി കണ്ടു, EMS പണ്ട് താമസിച്ച കെട്ടിടത്തിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്തെ. അത് കോടിക്കണക്കിന് പോയി ഒരു മലയാളി 10ാം ക്ലാസ്സുകാരൻ്റെയാണ്. അതുകൊണ്ട് അത് ഇന്നും പിടിച്ചിട്ടില്ല, CBIയും പിടിച്ചില്ല, ഞങ്ങൾക്ക് പിടിക്കാൻ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ധാരാളം സംഭവമുണ്ട്. അത് മലയാളിയുടെ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഫ്രോഡ് കാണിക്കാൻ വിദഗ്ധർ ലോകത്ത് ആരും കാണില്ല ഈ മലയാളിയുടെ അടുത്ത്. അത് മിക്കവാറും നെയ്യാറ്റിൻകര താലൂക്കുകാരനാണെന്ന് പറയുന്നതിന് വേറെ കാരണമുണ്ടായിരിക്കുമെന്ന് ഞാനന്ന് പറഞ്ഞു. കാരണം അത് ആ ഓപ്പറേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതേ രീതിയിലൊരു ഓപ്പറേഷൻ ഇപ്പോൾ ഇവിടെ കണ്ടു. ഇയാൾ ആ കെട്ടിടം വെച്ചതിൻ്റെ അതിൻ്റെ സോഴ്സ് 2.5 വർഷമായുള്ള അവിടെ താമസിക്കുന്ന അവിടുത്തെ കൗൺസിലർ പറയുന്നുണ്ട്, ഇയാൾക്ക് ഇത്രയും വലിയൊരു കെട്ടിടം വാങ്ങിക്കുന്ന തുക എവിടെ നിന്ന് കിട്ടി? അതാണ് പോലീസിന് ശ്രദ്ധിക്കേണ്ടത്. ഇയാളുടെ കൂടെ ഇയാൾ ഒറ്റയ്ക്കുള്ളൊരു ഓപ്പറേഷൻ, തനിപ്പിടികന്മാരായ മലയാളികൾ ധാരാളം ഉണ്ട്. ആ ഡിറ്റക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളായിരുന്നു. സ്വല്പം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത് പിടിക്കില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ഞാൻ പല ചർച്ചയിൽ അത് പറയുകയും ചെയ്തു. അതുകൊണ്ട് വ്യത്യസ്തമായി ആണ് മലയാളികൾ ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നില്ല, സിനിമ കണ്ടൊന്നും അല്ലാതെ ബേസിക്കായിട്ട് മലയാളിയുടെ ആ ഫ്രോഡിന് റിസർച്ച് ചെയ്തിട്ടാണ് അയാളത് ഓപ്പറേഷൻ. ഇത് കണ്ടില്ലേ, എത്ര കണ്ണിങ് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അതുകൊണ്ട് മലയാളിയുടെ ഓപ്പറേഷൻ ചിലതൊന്നും പിടിക്കാൻ പറ്റില്ല. ഈ ബോംബെയിൽ ഇതുവരെ ജാവേദ് ആൻഡ് സൺസിൻ്റെ അവിടുത്തെ ഡയമണ്ട് അടിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല, CBIക്കും കിട്ടിയിട്ടില്ല. പക്ഷേ അവർക്കും അറിയാം, എനിക്കും അറിയാം, എന്നെ വന്നാണ് അവർ കണ്ടിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ഇതൊരു മലയാളി ഓപ്പറേഷനായിരുന്നു, ഇന്ന് വരെ പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ദുരൂഹമായ പല കേസുകളും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല പോലീസിന്. അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ രീതിയിലുള്ള ഓപ്പറേഷൻ ഈ കേരളത്തിലുണ്ടാവും. അതിനൊരു പാഠമാണിത്. പലരും ക്രിമിനൽ മൈൻഡ് ഉള്ളവരെല്ലാം ഇത് പഠിച്ചിരിക്കുന്നു. നമ്മൾ കരുതിയിരിക്കണമെന്നുള്ളതാണ് കാര്യം. അത്രത്തോളം സിനിമകൾ, അത്രത്തോളം സീരീസുകൾ, പിന്നെ നമ്മുടെ സ്വതവേയുള്ള ബുദ്ധി എല്ലാം കൂടെ ചേരുമ്പോൾ അതിൻ്റെ റിസർച്ച്. ഇപ്പം നോക്കൂ, ഇയാൾ നടത്തിയ റിസർച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ റിസർച്ചല്ല. ആ റിസർച്ചൊക്കെ നടത്തി വളരെ ഫുൾ പ്രൂഫായി. ഇപ്പോൾ അയാളുടെ ചെറിയൊരു ശ്രദ്ധക്കുറവിലാണ് ഷൂവിൻ്റെ കളറും, അയാൾ ചെറിയൊരു ശ്രദ്ധക്കുറവ്, ഇപ്പോൾ അയാളുടെ കുടവേറെ അയാളുടെ നിയന്ത്രണത്തിലുള്ളതല്ല എന്ന് പറയുമ്പോൾ പോലും ചെറിയ പിഴവുകളാണ് അയാൾ പിടിയിലാവുന്നത്. അപ്പോൾ സൂക്ഷിക്കേണ്ട കാലമാണ് എന്നൊരിക്കൽ കൂടി പോട്ട സംഭവം സൂചിപ്പിക്കുന്നു. ജാതികേശവൻ ഈ ചെറിയ കറിക്കത്ത് കാണിച്ചപ്പോഴേക്കും ബാങ്ക് ജീവനക്കാരൊക്കെ പേടിച്ച് മാറിക്കൊടുത്തു എന്നൊക്കെ വലിയ പരിഹാസം ഫേസ്ബുക്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായി തന്നെ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട്. ഒരാൾ കത്തിയുമായി വരുമ്പോൾ ആ ബാങ്ക് ജീവനക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നോ? ശ്രീ ആദികേശവൻ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടായിരുന്നോ? ഹാഷ്മി, അത് ഞാനും കണ്ടു. അതായത് എല്ലാ ബാങ്കുകളും, സാധാരണ ആൾക്കാരും നമ്മുടെ ഈ പ്രശ്നത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ബാങ്കുകളും ആത്യന്തികമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഒരു രീതിയിലും പരിഭ്രാന്തി സൃഷ്ടിച്ച് ഈ കവർച്ച ചെയ്യാൻ വരുന്ന ആളിനെ പ്രൊവോക്ക് ചെയ്ത് ആരെങ്കിലും ദേഹോപദ്രവം ചെയ്യുവാനോ അല്ലെങ്കിൽ കൊല്ലുവാനോ ഒക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ആൾക്കാരുടെ ജീവനാണ് ആദ്യത്തെ പ്രയോറിറ്റി. കാശിൻ്റെ സംവിധാനമൊക്കെ ബാങ്കിന് ഞാൻ പറഞ്ഞതുപോലെ എത്രയാവാം, ഒരു ബ്രാഞ്ചിൽ ക്യാഷിൻ്റെ റിട്ടൻഷൻ, പിന്നെ എന്താണ് കൂടുതൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണം. പക്ഷെ അതുകൂടാതെ ഇപ്പോൾ ഒരാളിങ്ങനെ കത്തിയും ചൂണ്ടിക്കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ കത്തിക്ക് പകരം തോക്കുമായിട്ട് വരുന്നു. ബാങ്കുകൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഒരു രീതിയിലും ഈ കവർച്ച ചെയ്യാൻ വരുന്ന ആളിനെ പ്രകോപിപ്പിക്കരുത്. കാരണം പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ദേഹോപദ്രവം ചെയ്യാൻ പറ്റും. ആ ആളിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ പൈസയും നഷ്ടമാവും, ജീവനും നഷ്ടമാവും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരു രീതിയിലും പ്രകോപനം സൃഷ്ടിക്കരുത്. ആ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഇങ്ങനെ ഒരു ശ്രമം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനെ പരമാവധി വാച്ച് ചെയ്യുക എല്ലാവരും. ആളിൻ്റെ ഇപ്പം ഇത് ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് പോയത്, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു എന്ത് നിറമാണ് അയാൾക്ക്, അയാളുടെ ഷർട്ട് എന്താണ് ധരിച്ചിരുന്നത്. ഇന്നിപ്പം നമ്മുടെ ഈ സംഭവത്തിൽ ഷൂസിൻ്റെ കളർ അല്ലെങ്കിൽ അത് വളരെ
പ്രധാനപ്പെട്ട ഒന്നായി അവസാനം മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നിരീക്ഷിക്കുക. ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ആളിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് പോലീസിന് നൽകാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മമായ നിരീക്ഷണം ചെയ്യുക. പിന്നെ ക്യാഷ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഇപ്പം ആദ്യം ഇപ്പം അഥവാ നിർബന്ധപൂർവം തോക്കിൻ കത്തി കാണിച്ചല്ലെങ്കിൽ തോക്കിൻ്റെ മുന്നിൽ പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ആദ്യം ഏറ്റവും ലോ ഡിനോമിനേഷൻ, കാരണം ഇപ്പോൾ 10-ൻ്റെ നോട്ടിൻ്റെ കെട്ട് ആദ്യം എടുത്തു കൊടുക്കുക. ഇടപെടുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു. എന്തായാലും ഈ ചാലക്കുടി പോട്ട ബാങ്ക് റോബറി അതൊരു ചെറിയ സംഭവമല്ല, അത് കുറച്ച് പാഠങ്ങൾ തരുന്നുണ്ട്. അത് മാറിയ കാലത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ്, മാറിയ ക്രിമിനൽ മനുഷ്യന്മാരെക്കുറിച്ചുള്ള പാഠങ്ങളാണ്, അത് മാറിയ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും മാറിയ കവർച്ചാ രീതികളെക്കുറിച്ചുള്ള പാഠമാണ്. പാഠം പഠിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. എൻകൗണ്ടർ പൂർണ്ണമാവുകയാണ്.